ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ക്ലാസ് ആയിട്ടല്ല ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ പുതിയതായി എക്സാം എഴുതുന്ന ഡോക്ടർമാർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയുക. ഒപ്പം നമ്മുടെ സിലബസ് ഒന്ന് ഓടിച്ച് നോക്കുക. ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ പറയുക. മൂന്നാമതായിട്ട്, കഴിഞ്ഞകാല ക്വസ്റ്റ്യൻസിനകത്ത് സംഭവിച്ച മാറ്റങ്ങൾ അതൊന്ന് സൂചിപ്പിക്കുക. ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 56 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വൈകിട്ടോടെ അല്പം തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് ലിങ്ക് ഇടാനും ജോയിൻ ചെയ്യാനും ഒക്കെ അല്പം താമസിച്ചത്. 9 മണിക്ക് തുടങ്ങണമെന്ന് കരുതിയിരുന്നതാണ്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്ന്. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. കേരള PSC ഹോമിയോ മെഡിക്കൽ ഓഫീസർ പരീക്ഷയെക്കുറിച്ച്, നമുക്ക് UPSCയെ കുറിച്ചൊക്കെ അവസാന സമയമുണ്ടെങ്കിൽ സംസാരിക്കാം. പുതുതായി എഴുതുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആളുകൾ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു മറുപടി പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങാം. ഇക്കൂട്ടത്തിൽ ആരൊക്കെയാണ് ആദ്യമായിട്ട് PSC അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ? നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല. PSC അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ നോട്ടിഫൈ ചെയ്തോ എന്നൊന്നും ചോദിക്കരുത്. ആദ്യത്തെ PSC എഴുതുന്ന, എപ്പോൾ വിളിച്ചാലും ആദ്യം PSC എഴുതാൻ പോകുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, കുറച്ച് പേരെന്തായാലും ഉണ്ട്, കുറച്ചല്ല കൂടുതൽ പേരുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന എന്തായാലും കുറച്ച് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുറേ പേരുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ, അഖിലാജി ഓക്കെ കണ്ടു, എന്തെങ്കിലും സംശയങ്ങളായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. ഒരാൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. അതും ഒരു കാരണം. നിങ്ങൾക്ക് മടിയൊന്നും വിചാരിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കേരള PSC 2008 മുതലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് 2002-ലും ഞാൻ PSC പരീക്ഷ എഴുതിയ 1994-ലുമൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ 10 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടാകും, കുറച്ച് 1 മാർക്കിൻ്റെ കുറച്ച് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകും, പിന്നെ 2 മാർക്കിനൊക്കെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ രീതിയിലായിരുന്നു 1994-ലും 2002-ലുമുള്ള ക്വസ്റ്റ്യൻസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2002-ലെ പരീക്ഷയ്ക്ക് ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ കോഴിക്കോട് ജില്ലയിൽ അവിടെ ഒരു ഫിസിക്കൽ ക്ലാസ് കഴിഞ്ഞ് അവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു. ആ മോഡൽ ക്വസ്റ്റ്യനിൽ നിന്നായിരുന്നു 96 മാർക്കിൻ്റെയും പരീക്ഷയ്ക്ക് ചോദിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നുള്ളത് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് 12 മണിക്ക് പരീക്ഷ കഴിഞ്ഞു, അല്ല 10 മണിക്ക് തന്നെ പരീക്ഷ കഴിഞ്ഞു. 2 മണിയായപ്പം കേരള PSC ഓഫീസിലേക്ക് തുരുതുര കോളുകളും മെസ്സേജസുമായിരുന്നു. ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അയാളാണ് അദ്ദേഹം ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം 96 മാർക്കിൻ്റെ അതായിരുന്നു. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അമീബിക് ഡിസെൻട്രിയും ബാസിലിയർ ഡിസ്മെൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ്, ഈ രീതിയിൽ കുറച്ച് സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.
അതേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ ഞാൻ കൊടുത്തു. അതിൽ നിന്ന് അതുപോലെ തന്നെ ആൾമോസ്റ്റ് അതുപോലെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. 2002 ഇങ്ങനെ കുറേ പരാതികൾ വന്നതുകൊണ്ടാകാം 2008 മുതൽ MCQs ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അന്നൊന്നും സിലബസ് എന്ന് പറഞ്ഞ് PSC നോട്ടീസ് തരുന്നത് BHMS സിലബസിലുള്ള 100 മാർക്കിൻ്റെ MCQ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ എഴുതിയ 94 ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അതിനകത്ത് മൊത്തം ഫിലോസഫി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഹോമിയോപ്പതി ഫിലോസഫി ബേസ് ചെയ്ത് കെൻ്റ് ഒബ്സർവേഷൻസും അതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഏത് സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിലും നമ്മളുടെ BHMSൻ്റെ 5 വർഷം പഠിക്കുന്ന ഏത് സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിലും എത്ര മാർക്കിന് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. 2008 മറ്റോ എനിക്ക് തോന്നുന്നത് മെട്രിയാമെഡിക്ക ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. ഏതാണ്ട് 60 മാർക്കോ 50 മാർക്കോ അങ്ങാണ്ട് മെട്രിയാമെഡിക്ക ചോദിച്ചു. ആ രീതിയിൽ അപ്പോൾ അതിനൊരു കൃത്യമായ രൂപം വരുന്നത് 2023 തൊട്ടാണ്. 2023 സിലബസ് ആദ്യമായി ഹോമിയോ മെഡിക്കൽ ഓഫീസർ പോസ്റ്റിൽ PSC പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്ക് വീതം കൊടുക്കണം, ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് അവരറിയിപ്പ് തരുന്നത് 2023 PSC തൊട്ടാണ്. അതിൻ്റെ ആ സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിന് താഴെ അവരൊരു നോട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് എബോവ്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ആൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വരണമെന്നൊന്നുമില്ല, സിലബസിൽ നിന്ന് മാറിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം സിലബസിനകത്ത് നിന്ന്. There is no undertaking that all the topics above may be covered in the question paper. ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് ഒരു മുൻകൂർ ജാമ്യം അവർ ആ സിലബസിൻ്റെ താഴെ കൊടുക്കാറുണ്ട്. പക്ഷേ 2023 2026 ഇപ്പോൾ ESI മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ESI ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന പരീക്ഷയ്ക്കുമൊക്കെ പറഞ്ഞ സിലബസ് ഒരു മാർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു നോട്ട് അതിനടിയിൽ ഒരു ജാമ്യം പോലെ അവർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു രീതി, അതായത് കറക്റ്റ് സിലബസിൽ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്ന മാർക്കിൻ്റെ ഡിവിഷനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ മാർക്കിൻ്റെ ഡിവിഷൻ ഒന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഹോമിയോപ്പതി സബ്ജക്റ്റിൽ നിന്ന് മൊത്തത്തിൽ 55 മാർക്കാണ് നമ്മളുടെ PSC പരീക്ഷയ്ക്ക്. ഇതേ സിലബസ് തന്നെ ആയിരിക്കും അടുത്ത PSC പരീക്ഷയ്ക്കും, ഇത് തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകില്ല, അത് 100% ഉറപ്പാണ്. 55 മാർക്ക് ഹോമിയോപ്പതി സബ്ജക്റ്റുകളും 45 മാർക്ക് നമ്മുടെ അലൈഡ് സബ്ജക്റ്റുകളും. ഈ 55 മാർക്കിൽ ഓർഗനോൺ 15 മാർക്ക്, മെട്രിയാമെഡിക്ക 15 മാർക്ക്, റെപ്പർട്ടറി 15 മാർക്ക്, 45 മാർക്കാണ് ഈ 3 സബ്ജക്റ്റ്. ഓർഗനോൺ, മെട്രിയാമെഡിക്ക, ഓർഗനോൺ, മെട്രിയാമെഡിക്ക, റെപ്പർട്ടറി, ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നും 15 മാർക്ക് വീതമാണ്. ഞാൻ ഈ മാർക്കിൻ്റെ ഡിവിഷൻ പറയുന്നത് നിങ്ങളും പഠിക്കുമ്പോഴും ആ ഒരു വെയിറ്റേജ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. റെപ്പർട്ടറിയൊക്കെ നമുക്കറിയാം കുറച്ച് അത്ര കൂടുതലൊന്നുമില്ല പഠിക്കാൻ, പക്ഷേ അതിനകത്തുനിന്നും 15 മാർക്ക് ചോദിക്കും. മെട്രിയാമെഡിക്ക പക്ഷേ കുറച്ച് കൂടുതലുണ്ട്, കടൽ പോലെ ഉണ്ട്, നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല, പക്ഷേ അതിൽ നിന്ന് മാക്സിമം 15 മാർക്കേ ചോദിക്കുകയുള്ളൂ. ഓർഗനോണും അത്ര കൂടുതലൊന്നുമില്ല, എങ്കിലും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അപ്പോൾ 45 മാർക്ക് ഈ 3 സബ്ജക്റ്റുകൾ കൊണ്ട് തന്നെ കവർ ചെയ്യും, ഓർഗനോൺ, മെട്രിയാമെഡിക്ക, റെപ്പർട്ടറി. ബാക്കി ഹോമിയോപ്പതി സബ്ജക്റ്റിൽ ബാക്കി 10 മാർക്ക് ഫാർമസി എന്നാണ്. ഫാർമസി ഒരു വളരെ ചെറിയ പോർഷനാണ്, കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, സിമ്പിൾ സബ്ജക്റ്റാണ്. പക്ഷേ ഫാർമസിയിൽ നിന്ന് നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾ ഓർഗനോൺ, മെട്രിയാമെഡിക്ക, റെപ്പർട്ടറി, ഫാർമസി, ഇത് 4 കൊണ്ട് 55 മാർക്കും കവർ ചെയ്യും. നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് പ്രാക്ടീസ് മെഡിസിൻ തന്നെയാണ്, നമുക്കറിയാം. 10 മാർക്കാണ് പ്രാക്ടീസ് മെഡിസിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഓർഗനോണും മെട്രിയാമെഡിക്കയ്ക്കും റെപ്പർട്ടറിക്കും ഉള്ള ഇമ്പോർട്ടൻസ് പ്രാക്ടീസ്
ഇല്ല എന്ന് ഓർക്കുക. അതിനൊക്കെ 15 മാർക്ക് ഉള്ളപ്പോൾ പ്രാക്ടീസ് മെഡിസിന് 10 മാർക്കേ ഉള്ളൂ. ഫാർമസിക്ക് കിട്ടുന്ന അതേ ഇമ്പോർട്ടൻസ് മാത്രമേ പ്രാക്ടീസ് മെഡിസിന് കിട്ടുന്നുള്ളൂ. പിന്നീട് കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റി മെഡിസിനാണ് 8 മാർക്ക്. ഇപ്പോൾ പ്രാക്ടീസ് മെഡിസിൻ 10, കമ്മ്യൂണിറ്റി മെഡിസിൻ അതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് 8 മാർക്ക്, 18. 7 മാർക്കാണ് പത്തോളജി, മൈക്രോബയോളജി, പാരസൈറ്റോളജി മൊത്തത്തിലുള്ളത് 7 മാർക്ക്. അപ്പോൾ 18ഉം 7ഉം 25 മാർക്ക് ഈ 3 സബ്ജക്റ്റുകളുണ്ട്. പ്രാക്ടീസ് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, പത്തോളജി, മൈക്രോബയോളജി, പാരസൈറ്റോളജി 7 മാർക്ക്. അപ്പോൾ 25 മാർക്കായി. ഇനി 20 മാർക്കിൻ്റെ കാര്യമാണുള്ളത്. ആ 20-ൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി 5 മാർക്ക്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 5 മാർക്ക്, സർജറി 4 മാർക്ക്, 14 മാർക്ക് വീണ്ടും. ഇനി 6 മാർക്ക് കൂടെ ഉള്ളൂ വരാനുള്ളത്. ഇടയ്ക്ക് ഡോക്ടേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അല്പം ആഡ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട്. ബാക്കി 6 മാർക്ക്, അനാറ്റമിക്ക് 3 മാർക്ക്, ഫോറൻസിക് മെഡിസിന് 3 മാർക്ക്. അതാണ് നമ്മളുടെ 100 മാർക്കിൻ്റെ ഡിവിഷൻ. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹോമിയോപ്പതി സബ്ജക്റ്റ് 55 മാർക്ക്, 15, 15, 15 വീതം. ഓർഗനോൺ, മെറ്റമഡിക്ക, റെപ്പർട്ടറി 10 മാർക്ക്, ഫാർമസി അങ്ങനെ 55. നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റ് 45-ൽ 10 മാർക്ക് പ്രാക്ടീസ് മെഡിസിൻ, 8 മാർക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ, 7 മാർക്ക് പത്തോളജി, മൈക്രോബയോളജി, പാരസൈറ്റോളജി. 18, 7, 25. 5 മാർക്ക് ഫിസിയോളജി, ബയോകെമിസ്ട്രി, 5 മാർക്ക് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, 4 മാർക്ക് സർജറി, അനാറ്റമി 3 മാർക്ക്, ഫോറൻസിക് മെഡിസിൻ 3 മാർക്ക്. ഇതാണ് നമ്മളുടെ മാർക്കിൻ്റെ ഡിവിഷൻ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. നമ്മളിപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അനാറ്റമിയാണ്, അതൊരു ഗ്രേസ് അനാറ്റമിയൊക്കെ എടുത്തു വെച്ച് ഗംഭീരമായിട്ടങ്ങ് പഠിച്ചു കളയാം എന്ന് കരുതിയാൽ നമ്മൾ അനാറ്റമിയിൽ നിന്ന് നമുക്ക് മാക്സിമം കിട്ടുന്നത് 3 മാർക്കാണ്. അല്ലെങ്കിൽ ഫോറൻസിക് മെഡിസിൻ നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്, ഒരുപാട് കൂടുതലൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എങ്കിലും അതങ്ങ് പഠിച്ചു കളയാം, അതിനങ്ങ് ഒരുപാട് സമയം കൊടുത്തു കളയാമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം 3 മാർക്കേ അതിൽ നിന്നും കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ ഡിവിഷൻ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. നാളെ അതിൻ്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പഴയ ഗ്രൂപ്പുകളിലൊക്കെ അതിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മാർക്കിൻ്റെ ഡിവിഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറയാം. ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഓർഗനോണിലെ എന്തൊക്കെയാണ് അവർ സബ്ജക്റ്റ് വൈസ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഓർഗനോൺ ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി ഫിലോസഫി. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഭാഗം, ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സുകളിലുമൊക്കെ, ഞാനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ സക്സസിൻ്റെ ക്ലാസ്സിലും ഒക്കെ പലപ്പോഴും എടുക്കാതെ പോകുന്ന ഒരു പോർഷനാണ് ഹിസ്റ്ററി ഓഫ് മെഡിസിൻ. അത് സിലബസിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് മെഡിസിനിലൂടെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, പ്രീ ഹിസ്റ്റോറിക് ടൈമിലെ, ഇല്ലെങ്കിൽ 18th സെഞ്ച്വറി മെഡിസിൻ, 17th സെഞ്ച്വറി മെഡിസിൻ, ഇല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ടൈമിലെ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ പാരാസിലസിൻ്റെയും ഹിപ്പോക്രാറ്റസിൻ്റെയും ഒക്കെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ, നമ്മളത് ഓർഗനോണിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊക്കെ അവിടെ പഴയ ചില നോട്ട്സും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചോദിക്കും എന്ന് ഓർഗനോൺ ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി ഫിലോസഫി 15 മാർക്കിൽ പറയുമ്പോൾ അവരാദ്യം പറയുന്നത് തന്നെ ഹിസ്റ്ററി ഓഫ് മെഡിസിനാണ്. ദെൻ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഹനുമാൻ, അത് നമുക്കറിയാം, തീർച്ചയായിട്ടും ലൈഫ് ഹിസ്റ്ററി ഓഫ് ഹനുമാൻ ചോദിക്കും. അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഹിസ് കോൺട്രിബ്യൂഷൻസ്, അപ്പോൾ അതിൻ്റെ വർക്ക്സ് ആൻഡ് ലൈഫ് ഓഫ്
ഡോക്ടർ സാമുവൽ ഹെനമാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി, തീർച്ചയായിട്ടും അത് വേണ്ടി വരും എന്നറിയാം. ഹോമിയോപ്പതി പ്രൊഫൈലാക്സിസ്, ദെൻ ഡിഫറെൻറ്റ് എഡിഷൻസ് ഓഫ് ഓർഗനോൺ ഓഫ് മെഡിസിൻ. ഓർഗനോൺ ഓഫ് മെഡിസിൻസിൻ്റെ എഡിഷൻസ് തമ്മിലുള്ള ഡിഫറൻസസ്, ഓരോ എഡിഷൻസിലുമുള്ള അഫോറിസംസ്, ഓരോ എഡിഷൻസിലും വന്ന മാറ്റങ്ങൾ, ഇത് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പയനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതി. പയനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പേരുകൾ ആരുടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന ഡോക്ടർ ജെ ടി കെൻറ്റും സ്റ്റുവർട്ട് ക്ലോസും എച്ച് എ റോബർട്ട്സും ഡൺഹാമും ആ ഒരു നിര ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പുതിയ പുതിയ ആളുകൾ, ഇപ്പം ഡോക്ടർ ബി കെ ബോസോ ഇല്ലെങ്കിൽ ഡോക്ടർ ബി കെ സർക്കാരോ അതുപോലുള്ള ആളുകൾ വരെ, ഏറ്റവും പുതിയ ആളുകൾ വരെ ഒരു പക്ഷേ ചോദിച്ചാൽ അവരൊക്കെ പൈനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതിക്കകത്ത് വരും. ദെൻ അഫോറിസംസ്, ക്രോണിക് ഡിസീസ്, മയാസം, അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി ഫിലോസഫി കോൺട്രിബ്യൂഷൻസും. അവിടെ ഡോക്ടർ ജെ ടി കെൻ, എച്ച് എ റോബർട്ട്, സ്റ്റുവർട്ട് ക്ലോസ് ആൻഡ് റിച്ചാർഡ് ഹ്യൂഗ്സ്, ഇത്രയും പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റേത് പയനിയേഴ്സ് ഓഫ് ഹോമിയോപ്പതി എന്നൊരു ടൈറ്റിലിൽ അങ്ങ് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ കോളേജുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോളേജുകളിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ പഠിപ്പിക്കുന്ന ഇല്ലെങ്കിൽ പറഞ്ഞു പോകാത്ത ചില പൈനിയേഴ്സിനെ കുറിച്ച് നോർത്ത് ഇന്ത്യൻ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഡോക്ടർ എം എൽ ധവളെ പോലെയുള്ള പുതിയ ആളുകളെക്കുറിച്ച് പോലും പറയാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സിന്തസിസ് റെപ്പർട്ടറിയുടെ വാർത്തയിലൻ ക്ലങ്കർ അതുപോലുള്ള പുതിയ ആളുകളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഹോമിയോപ്പതി ഫിലോസഫി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡോക്ടർ ജെ കെൻറ്റ്, എച്ച് എ റോബർട്ട്, സ്റ്റുവർട്ട് ക്ലോസ്, റിച്ചാർഡ് ഹ്യൂഗ്സ്, അത് ഇത്രയും നമ്മുടെ സിലബസിലുള്ളതാണ്. ഇനി ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ട്, സൈക്കോളജി നമുക്ക് പഠിക്കാനുള്ളതാണ്, പക്ഷേ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. സൈക്കോളജിയിലെ സ്കൂൾസ് ഓഫ് സൈക്കോളജിയും ഒക്കെ ഒരു പക്ഷേ ഓർഗനോണിനകത്ത് ക്വസ്റ്റ്യൻസിൽ വരാം. ഇതെല്ലാം കൂടെ ചേർത്ത് 15 മാർക്കാണ് ഓർഗനോൺ ഓഫ് മെഡിസിനകത്തുള്ളത്. ഹോമിയോപ്പതി മെറ്റീരിയൽ 15 മാർക്കാണ്. അതിനെപ്പറ്റി അധികം ഡിസ്ക്രിപ്ഷനൊന്നുമില്ല. ബേസിക് കൺസെപ്റ്റ്സ്, ക്ലാസിഫിക്കേഷൻ, സോഴ്സസ് ഓഫ് ഹോമിയോപ്പതി മെറ്റീരിയൽ. സോഴ്സസ് നമ്മൾ ഫാർമസിയിലാണ് കൂടുതൽ പഠിക്കുന്നതെങ്കിലും ഒരു മെഡിസിൻ്റെ പേര് തന്നിട്ട് അത് ഏത് സോഴ്സാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി എന്താണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത മെറ്റീരിയലുണ്ട്. ബേസിക് കൺസെപ്റ്റ്സ്, ക്ലാസിഫിക്കേഷൻ, സോഴ്സസ് ഓഫ് ഹോമിയോപ്പതി മെറ്റീരിയൽ, നൊസോഡ്സ് ആൻഡ് സാർക്കോഡ്സ്. നൊസോഡ്സിനകത്തൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ട്. നൊസോഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട്. നൊസോഡ്സിന് പുതിയ പേരുകൾ വന്നിട്ടുണ്ട്. ബയോ തെറാപ്യൂട്ടിക്സ് എന്നോ എന്തൊക്കെയോ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഞാനൊന്നും പഠിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നില്ല. നൊസോഡ്സ് N1, N2, N3, N4 എന്ന് പറയുന്നൊരു പുതിയ ക്ലാസിഫിക്കേഷനുണ്ട്. ഞാനതൊക്കെ നമ്മൾ ഹോമിയോ ഫാർമസിസ്റ്റുകളുടെ ക്ലാസ്സുകളിലൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഞാനതുമായിട്ട് കുറച്ച് വായിക്കാനിട വന്നിട്ടുള്ളത്. ദെൻ നൊസോഡ്സ് ആൻഡ് സാർക്കോഡ്സ്, കൺകോർഡൻസ് ഓർ റെമഡി റിലേഷൻഷിപ്പ്, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം. അവിടെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടത്, ഫോസ്ഫറസ് അലിയൻസിപ്പയുടെ ഏതൊക്കെ കേസസിലാണ് ഫോസ്ഫറസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് കോംപ്ലിമെൻ്ററി ആകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊരു ടൈറ്റിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, ടെമ്പറമെൻറ്റ് ആൻഡ് ഡയാത്തിസിസ്. നമ്മൾ പല മെഡിസിൻസിൻ്റെയും ടെമ്പറമെൻറ്റും ഡയാത്തിസിസും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മൾ പ്ലത്തോറിക്കും പ്ലഗ്മാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് പല സാങ്ക്വൈൻ ടെമ്പറമെൻറ്റ് എന്നൊക്കെ പഠിക്കാറുണ്ട്. അത് വേണമെങ്കിൽ ചോദിക്കാം. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ, ടെമ്പറമെൻറ്റ് ആൻഡ് ഡയാത്തിസിസ് അവർ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡ്രഗ്സ് ഫ്രം ഫസ്റ്റ് BHMS ടു ഫോർത്ത് BHMS ആൻഡ് ആൾസോ ടിഷ്യൂ റെമഡീസ്. ഇത്രയാണ് മെറ്റീരിയൽ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഈ ടെമ്പറമെൻറ്റ്, ഡയാത്തിസിസ്, റെമഡി റിലേഷൻഷിപ്പ് ഒക്കെ, കൺകോർഡൻസ് ഓർ റെമഡി റിലേഷൻഷിപ്പ് ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക.
ബേസിക് കൺസെപ്റ്റ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ പ്യൂറയുടെ ഒക്കെ ഒരു ബേസിക് കൺസെപ്റ്റും അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. ക്ലാസിഫിക്കേഷനുണ്ട്, സോഴ്സസ് ഓഫ് ഹോമിയോപ്പതി മെറ്റീരിയൽ ഫാമിലിയൊക്കെ അതിനകത്ത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഹോമിയോപ്പതി മെറ്റീരിയൽ ഉള്ള സിലബസിൻ്റെ ഡീറ്റെയിലിംഗ്. പിന്നീടുള്ളത് അതുപോലെ 15 മാർക്കുള്ളത് റെപ്പർട്ടറിക്കാണ്. റെപ്പർട്ടറിയുടെ ഇതിനകത്തേക്ക് വലിയൊരു പാരഗ്രാഫ് തന്നെ ഉണ്ട്. റെപ്പർട്ടറി 15 മാർക്കും. കേസ് ടേക്കിംഗ് ആൻഡ് കേസ് പ്രോസസ്സിംഗ്, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് സിംറ്റംസ്, മയാസ്മാറ്റിക് അസസ്മെൻറ്റ്, ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ്, റെപ്പർട്ടോറിയൽ ടോട്ടാലിറ്റി, സെലക്ഷൻ ഓഫ് റൂബ്രിക്സ്. ഈ സെലക്ഷൻ ഓഫ് റൂബ്രിക്സ് എന്ന് പറയുമ്പോൾ സിംറ്റം തന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ സ്യൂട്ടബിൾ റൂബ്രിക് ഏതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റെപ്പർട്ടോറിയൽ ടെക്നിക് ആൻഡ് റിസൾട്ട്സ്, റെപ്പർട്ടോറിയൽ അനാലിസിസ്, repertory need, scope and limitations, evolution and classification of repertories, methods and techniques of repertorization, steps of repertorization. ഇനിയുമുണ്ട്. ഇത്രയും ജനറൽ റെപ്പർട്ടറൈസേഷനിലെ കേസ് ടേക്കിംഗ് റെപ്പർട്ടറൈസേഷനെ കുറിച്ചുള്ള ജനറൽ ഡിസ്ക്രിപ്ഷനാണ്. ഇനി സ്റ്റഡി ഓഫ് കെൻ റെപ്പർട്ടറി എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി, philosophical background, structure, concept of repertorization, adaptability, scope, limitations, gradation of remedies by different authors, terms and languages of repertories. അതിൻ്റെ ബ്രാക്കറ്റിൽ റൂബ്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത്രയാണ് കെൻ റെപ്പർട്ടറിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. തെറാപ്പറ്റിക് പോക്കറ്റ് ബുക്ക് ആൻഡ് ബോഗേഴ്സ് ബോണിയാസൻസ് റെപ്പർട്ടറി, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് റെപ്പർട്ടറീസ്, Ken Repertory, Boniasen's Therapeutic Pocket Book and Boger Boniasen Characteristics and Repertories, a synoptic key to Materia Medica, card repertories and other mechanical aided repertories, concordant repertories, Gentry's concordance and NER repertory bracket കൊടുത്തിട്ടുണ്ട്. Clinical repertories, Oscar E. Boric, J.H. Clark's repertory and Bell's diarrhea. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് 3 റെപ്പർട്ടറി. Then regional repertories, Minton's uterus and Burritt's eye. Then synthetic repertory, synthesis and complete repertory, Murphy's repertory, role of computers in repertorization and different softwares, different softwares, radar, HomePath, ISIS, complete dynamics, information and communication technology, ICT in homeopathy through medical apps and softwares. ഇത്രയും ഡിസ്ക്രിപ്ഷനാണ് റെപ്പർട്ടറി എന്നുള്ള പാർട്ടിൽ 15 മാർക്കിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോർഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചോ ഒന്നും എന്നോടൊപ്പം ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത്രയുമാണ് ഹോമിയോപ്പതി സബ്ജക്റ്റിലെ 45 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നത്. ഇനി വരുന്നത് ഫാർമസിയാണ്. ഹോമിയോപ്പതി ഫാർമസി 10 മാർക്ക്. ജനറൽ കൺസെപ്റ്റ്സ്, റോ മെറ്റീരിയൽസ്, ഡ്രഗ്സ് ആൻഡ് വെഹിക്കിൾസ്, ഹോമിയോപ്പതി ഫാർമസ്യൂട്ടിക്സ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് മദർ ടിഞ്ചർ, ഡ്രഗ് ഡൈനമൈസേഷൻ, ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ, പോസോളജി, പ്രിസ്ക്രിപ്ഷൻ, ഫാർമക്കോപൊലാക്സി, ഫാർമക്കോഡൈനാമിക്സ് ആൻഡ് ഫാർമക്കോഗ്നോസി, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ലെജിസ്ലേഷൻ. ഇത്രയുമാണ് ഹോമിയോപ്പതി ഫാർമസിയിലെ 10 മാർക്കിനായിട്ട് പറഞ്ഞേക്കുന്ന പോർഷൻസ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളും കൊണ്ട് 55 മാർക്ക്. ഈ 4 സബ്ജക്റ്റും ഫുള്ളായിട്ട് കറക്റ്റ് ആക്കാൻ പറ്റിയാൽ തന്നെ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, വളരെ സിമ്പിൾ അല്ലാത്തതും വളരെ ഹാർഡ് അല്ലാത്തതുമായ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 4 സബ്ജക്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ പറ്റും. കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു 52 ആയിരുന്നു എന്ന് തോന്നുന്നു കട്ട് ഓഫ്. 55 മാർക്ക് ഈ 4 സബ്ജക്റ്റുകളിൽ നിന്ന്, ഹോമിയോപ്പതി സബ്ജക്റ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ദെൻ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ 10 മാർക്ക്. പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആണ് നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. 10 മാർക്കാണ്.
അതിനകത്ത് മിക്കവാറും എല്ലാ സിസ്റ്റംസും ഉണ്ട്. ഡിസീസ് ഓഫ് ദ റെസ്പിറേറ്ററി, കാർഡിയോവാസ്കുലർ, ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ, ജെനിറ്റോ യൂറിനറി, ന്യൂറോളജി, ഹെമറ്റോളജി, എൻഡോക്രൈനോളജി, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻ ഡിസീസസ്, കണക്റ്റീവ് ടിഷ്യൂസ്, ബോൺസ് ആൻഡ് ജോയിൻറ്റ് ഡിസോർഡേഴ്സ്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, പീഡിയാട്രിക് ഡിസീസസ്, സ്കിൻ ഡിസീസസ് ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ട്രോപ്പിക്കൽ ഡിസീസസ്, ഡിസോർഡേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അത് പ്രധാനപ്പെട്ട ഒരു പോർഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രാക്ടീസ് മെഡിസിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി മെഡിസിൻ ഈ പറഞ്ഞതുപോലെ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിൽ 8 മാർക്കോട് കൂടി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റി മെഡിസിനാണ്. കഴിഞ്ഞ ESA മെഡിക്കൽ ഓഫീസർ കോഴ്സിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാകും. Community medicine, concept of health, disease and prevention of diseases, health administration and planning, national health programs, healthcare of the community, health education, then epidemiology, principles and methods, epidemiology of communicable and non-communicable diseases, nutrition, health, environment and health, occupational health, mental health, demography, family planning, preventive medicine in maternal health, pediatrics and geriatrics, biostatistics, elementary statistical methods, sample calculation, test of significance, vital statistics, hospital waste management and international health. ഇത്രയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്നത് 8 മാർക്ക്. ഞാൻ ബാക്കിയുള്ളതുകൂടെ വായിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ബാക്കി പത്തോളജി ആൻഡ് പാരസൈറ്റോളജി, മൈക്രോബയോളജി ആൻഡ് പാരസൈറ്റോളജിയാണ് 7 മാർക്ക്. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പത്തോളജി, ജനറൽ പത്തോളജി ആൻഡ് സിസ്റ്റമിക് പത്തോളജി, ദെൻ മൈക്രോബയോളജി, ജനറൽ, ഇമ്മ്യൂണോളജി, ബാക്ടീരിയോളജി, വൈറോളജി, ഫംഗൽ ഡിസീസസ്, പാരസൈറ്റോളജി. അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 7 മാർക്കാണ് അതിനകത്തുള്ളത്. സർജറി 4 മാർക്കിലും ഒട്ടും ഡീറ്റെയിലിംഗ് പറഞ്ഞിട്ടില്ല. ജനറൽ സർജറി, സിസ്റ്റമിക് സർജറി, ENT, ഒപ്താൽമോളജി ആൻഡ് ഡെൻറ്റിസ്ട്രി അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 4 മാർക്ക്. ദെൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 5 മാർക്ക്. ഗൈനക്കോളജി, അപ്ലൈഡ് അനാറ്റമി, അപ്ലൈഡ് ഫിസിയോളജി ഓഫ് മെൻസ്ട്രേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇൻഫെക്ഷൻസ് ഇൻ ജെനൈറ്റൽ ട്രാക്ട്, നിയോപ്ലാസംസ് ഇൻ ദ ജെനൈറ്റൽ ട്രാക്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ യൂട്രസ്, നോർമൽ ഡെലിവറി ആൻഡ് സേഫ് ഡെലിവറി പ്രാക്ടീസസ്, ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് മാനേജ്മെൻറ്റ്, അബോർഷൻസ്, ഇൻട്രായൂട്രൈൻ growth retardation, obstetrics, antenatal, intranatal, postnatal conditions, മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ലേബർ. അത്രയാണ് അതിൽ പറഞ്ഞേക്കുന്ന 5 മാർക്ക്. ഇനിയുള്ളത് അനാറ്റമിയും ഫോറൻസിക് മെഡിസിനാണ്. അനാറ്റമിയിൽ 3 മാർക്കാണ്. കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല. ജനറൽ അനാറ്റമി, എംബ്രിയോളജി ആൻഡ് റീജിയണൽ അനാറ്റമി. ഫോറൻസിക് മെഡിസിനകത്ത് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി 3 മാർക്ക്. ഫോറൻസിക് മെഡിസിൻ, ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻ മെഡിക്കോ ലീഗൽ കേസസ്, എത്തിക്സ്, ലീഗൽ പ്രൊസീജിയേഴ്സ്, ഡെത്ത് ആൻഡ് ഇറ്റ്സ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്, ഓട്ടോപ്സി, ഫോറൻസിക് സൈക്കാട്രി, സെക്ഷൽ ഒഫൻസസ്, ടോക്സിക്കോളജി, ജനറൽ ആൻഡ് ക്ലിനിക്കൽ, ലെജിസ്ലേഷൻസ് റിലേറ്റിംഗ് ടു മെഡിക്കൽ പ്രൊഫഷൻ. 4 മാർക്ക്. 3 മാർക്ക്. അനാറ്റമിയും ഫോറൻസിക് മെഡിസിനും 3 മാർക്ക് വീതമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ 100 മാർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ്റെ ഒരു രീതി. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. PDF കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഇനി നമ്മൾ പഴയ ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ, അതായത് MCQ തുടങ്ങിയ കാലത്ത്, ഞാൻ പറഞ്ഞ 2008 നമുക്ക് ആദ്യമായിട്ട് MCQ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത്. അന്നത്തെ ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഒരു ചെറിയ കമ്പാരിറ്റീവ് സ്റ്റഡി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അന്ന് ഒരു 1 വേർഡ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2008 ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ രീതി അങ്ങ് മാറി. ഞാനൊരു 2008 PSC ക്വസ്റ്റ്യനിലെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത്
അന്നും 100 മാർക്ക്. അന്ന് 100 മാർക്ക് ആൻസർ ചെയ്യാനായിട്ട് 2018 വരെ 1.25 മണിക്കൂറായിരുന്നു, 75 മിനിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 1.5 മണിക്കൂറായിട്ട് കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടിയതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാം. അപ്പം 2008 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻസൈം ഡെഫിഷ്യൻസി ഇൻ ഡയബറ്റിക്സ് മെലിറ്റസ് ഈസ് glycokinase, hexokinase, phosphorylase and phosphatase dehydrogenase. അതുപോലെ ഹെർബേഡ് നോട്ട്സ് ആർ സീൻ ഇൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, SLE. പോട്ടെ. ജാപ്പനീസ് എൻകഫലൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ റിട്രോവൈറസ്, എൻട്രോവൈറസ്, ആർബോ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്. നോർമൽ ഹ്യൂമൻ റിക്വയർമെൻറ്റ് ഓഫ് പൊട്ടാസ്യം. ഇതുപോലെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒറ്റ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. Diagnosis of typhoid fever in the first week is by വൈഡൽ ടെസ്റ്റ്, സ്റ്റൂൾ കൾച്ചർ, യൂറിൻ കൾച്ചർ, ബ്ലഡ് കൾച്ചർ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് 2008 ആദ്യകാല PSC ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നടന്ന ESI മെഡിക്കൽ ഓഫീസറുടെ ചില ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസിൻ്റെ ഇതുപോലുള്ള ഒറ്റ ആൻസറുകളല്ല. നമ്മൾ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതായത് മാച്ച് ദ ഫോളോയിങ്, അസർട്ടേഷൻ, റീസണിങ് ടൈപ്പ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ അത്തരത്തിലുള്ള 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം. ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ 1 മിനിറ്റോളം സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ അതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് അബൌട്ട് പെൽവിക് ബ്ലഡ് സപ്ലൈ? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൻസർ ABCDക്കകത്ത് 1 and 3, 1 and 4, സിക്കകത്ത് 2, 1. 1 എന്ന് പറയുന്ന ബ്ലഡ് സപ്ലൈ ടു പെൽവിസ് ഈസ് പ്രിഡോമിനൻ്റ്ലി provided by branches of external iliac artery. Then anterior division of internal iliac artery provides blood supply to the pelvic organs and peritoneum. Uterine artery is a branch of the anterior division of internal iliac artery. Then Samson's artery is the artery found in round ligaments. The answer A, 4 and 2. അപ്പോൾ question, which of the following statements ഈസ് ഓർ ആർ ഇൻകറക്റ്റ് ആണ്? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നല്ല ചോദിച്ചേക്കുന്നത്, ഈസ് ഇൻകറക്റ്റ് അബൌട്ട് പെൽവിക് ബ്ലഡ് സപ്ലൈ. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഒന്നോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈസ് ഓർ ആർ ആണ്. അപ്പോൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ആൻസർ എക്കകത്ത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3ാമത്തെ 3 and 4, ബി എന്ന് പറഞ്ഞാൽ 1 and 4, C 2, D 1. അപ്പോൾ ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നുള്ള ആൻസറാണ്. ഞാൻ ആൻസർ ഇപ്പോൾ പറയുന്നില്ല. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ദ കറക്ഷൻ ഓഫ് ദ ഗിവൺ കണ്ടീഷൻ എക്സെപ്റ്റ്. ഗിവൺ കണ്ടീഷൻസിൻ്റെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നല്ല, ഏതൊക്കെ സർജിക്കൽ കണ്ടീഷൻസ് ഇതൊഴികെ. Following are the surgical procedures for the correction of the given condition except. ഒരു സർജിക്കൽ കണ്ടീഷൻ പറഞ്ഞിട്ട് അതിൻ്റെ കറക്ഷന് വരുന്ന പ്രൊസീജിയേഴ്സ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. ലിഫോർട്സ് കോൾപോസിസ്, യൂട്രോവജൈനൽ ഓർ വാൾവ് പ്രൊലാപ്സ് ഫോർ പേഴ്സൺസ് മെഡിക്കലി unfit for a major reconstructive surgery, sacrospinous colpopoxy and wall prolapse. അങ്ങനെ കുറേ ഇത് വായിച്ചെടുക്കാൻ തന്നെ നമുക്ക് സമയം കൂടുതൽ വേണ്ടി വരും. അതിനകത്തും ABCDക്കകത്ത് A 4 ആണ്, B 3 ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഏതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആൻസർ കൊണ്ട് ഒരു പോയിൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ഒരെണ്ണം ഞാൻ വായിക്കാം. മാച്ച് ദ ഫോളോയിങ്. ഒരു സൈഡിൽ ഡിക്ലറേഷൻ ഓഫ് ജനീവ, ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി, ഡിക്ലറേഷൻ ഓഫ് ഓസ്ലോ ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ടോക്കിയോ.
4 ഡിക്ലറേഷനാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിനകത്ത് വരുന്നതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ മാർച്ച് ചെയ്യേണ്ട ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഫ്ലിക്ഷൻ ഓഫ് ടോർച്ചർ, തെറാപ്യൂട്ടിക് അബോർഷൻ, ഹിപ്പോക്രാറ്റിക് ഓത്ത് ആൻഡ് ഹ്യൂമൻ എക്സ്പെരിമെൻറ്റേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഏത് ഡിക്ലറേഷൻ ആണെന്നാണ്. ഡിക്ലറേഷൻ ഓഫ് ജനീവയോ, ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി. അപ്പോൾ അതിനകത്ത് ആൻസർ ഫസ്റ്റ് ആൻസർ 1D, 2A, 3D, 4C എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ 4 ഡിക്ലറേഷനും അറിഞ്ഞാലേ 4 ഡിക്ലറേഷനും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു വന്നതാണ്. മറ്റേതൊക്കെ ഒരു പോയിന്റ് മനസ്സിലാക്കിയിരുന്നാൽ, ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ നമുക്കിത് കിട്ടും. ഇത് ഈ 4 ഡിക്ലറേഷൻ അറിയാമെങ്കിൽ മാത്രമേ, ഇല്ലേ 3 എണ്ണമെങ്കിലും അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇത്തരത്തിലുള്ള ഏതാണ്ട് 50-60 ക്വസ്റ്റ്യൻസാണ്. അതുപോലെ അസർട്ടേഷൻ ആൻഡ് റീസണിങ്, മെറ്റീരിയ പാർട്ടിൽ നിന്ന് പോലും അസർട്ടേഷൻ റീസണിങ് കേസസ് ഉണ്ട്. അതായത് സെപ്പിയ എന്നല്ല, ഒരു വുമൺ വിത്ത് 50 years ഇൻഡിഫറൻസ് വിത്ത് ഹർ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അസർട്ടേഷൻ ഈസ് കറക്റ്റ്, റീസണിങ് ഈസ് ഫോൾട്ട്, അടുത്ത ക്വസ്റ്റ്യൻ അസർട്ടേഷൻ റീസണിങ് ആർ ഫോൾട്ട്, ഇങ്ങനെ ഓരോന്നും. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രം, അതായത് നമ്മൾ ഒരു MCQ പഠിച്ചുകൊണ്ട് പോയാലോ ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് നോട്ട്സ് വായിച്ചുകൊണ്ട് പോയാലോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഈ കമ്മ്യൂണിറ്റി മെഡിസിനകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഈ ESA മെഡിക്കൽ ഓഫീസർക്ക് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ രീതികൾ മാറി വരികയാണ്. നമ്മൾ കഴിഞ്ഞ 2023 പരീക്ഷ നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു AIPGT സ്റ്റാൻഡേർഡിലേക്ക് ക്വസ്റ്റ്യൻ മാറുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. AIPGTയേക്കാൾ നിലവാരമുള്ള, AIPGT എക്സാമിനേക്കാൾ നിലവാരമുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കിപ്പോൾ PSCക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നും ഇപ്പം എന്നോട് 2-3 പേര് ചോദിച്ചു ഏതൊക്കെ ഗൈഡാണ് വായിക്കേണ്ടത്. ടു ബി ഫ്രാങ്ക്, അത്തരം ഗൈഡുകളോ നോട്ട്സോ ഒന്നും പഠിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്ജക്റ്റ് തന്നെ വായിച്ച് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സബ്ജക്റ്റ് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ഡെയിലി 1000-നടുത്ത് ക്വസ്റ്റ്യൻസ് ടെലഗ്രാമിൽ MCQ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർക്കും അറിയാം, ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അറിയാം ഇതൊക്കെ സാധാ ക്വസ്റ്റ്യൻസാണ്, ഇതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകും. ഇത് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2018 പോലും ദ ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ അതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്ലാവിക്കിളിനെ കുറിച്ചൊരു അനാറ്റമി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ മിക്കവാറും ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ക്ലാവിക്കിൾ എന്ന് ചോദിച്ചിട്ട് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ ഇൻ ദ ഹ്യൂമൻ ബോഡി, ഇറ്റ് ഈസ് ദ only long bone which lies horizontally in the human body, the bone which ossifies from 2 centers, and അതിനകത്ത് റോങ് ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ വരുന്നത് ദ ബോൺ വിച്ച് ഓസിഫൈസ് ഫ്രം കാർട്ടിലേജ്. അങ്ങനെ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിലേതാണ് റോങ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മറ്റേത് ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ നെയിം ചെയ്യാനായിട്ട് ചോദിച്ചെങ്കിൽ അതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ കോളർ ബോണിൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലാവിക്കിളിൻ്റെ 4 സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഒരെണ്ണം തെറ്റായിട്ട് കൊടുത്തിട്ട് അത് ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ, സെക്കൻഡ് ബോൺ ടു ഓസിഫൈ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് പോയിട്ട്, അല്ലെങ്കിൽ only long bone which lies horizontally in the body, അല്ലെങ്കിൽ ദ ലോങ്ങസ്റ്റ് ബോൺ, സ്മാളസ്റ്റ് മസിൽ, ഇങ്ങനെ കുറച്ച് നെയിം ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പഠിച്ചു വയ്ക്കും. അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു 100 ക്വസ്റ്റിനകത്ത് 1, 2, 3 മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻ അത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടും. അതെല്ലാവർക്കും ശരിയാവുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിച്ചെങ്കിലേ അടുത്ത PSCക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഡെപ്തിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് പഠിച്ചു, ഇനി ബാക്കി വരട്ടെ, PSC ഇല്ലെങ്കിൽ ഒരു 6 മാസം പഠിച്ചു, ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെയും നമുക്ക് കുറേ കാലം കിട്ടും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഉറപ്പായിട്ടും ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഇടുമ്പോൾ മിക്കവാറും അവർ ക്വസ്റ്റ്യൻസ് വരെയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് വരെ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും അവർ നോട്ടിഫിക്കേഷൻ ഇടുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് 4 മാസത്തിനകത്ത് എക്സാം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ESIയുടെ മെഡിക്കൽ ഓഫീസർ പരീക്ഷ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജനുവരിയിൽ ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നത് വിളിച്ചത്, അതോ കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ, എന്തായാലും വിളിച്ച് 4-5 മാസത്തിനകത്ത് എക്സാം ഉണ്ടായി. പിന്നീട് നമുക്ക് അധികം സമയമൊന്നും കിട്ടത്തില്ല, പെട്ടെന്ന് ഡേറ്റ് അനൗൺസ് ചെയ്ത് എക്സാമിലേക്ക് എത്തും. കാര്യം ഒത്തിരി പേരൊന്നുമില്ല, നമുക്കിപ്പോൾ 3500-4000 പേരായിരിക്കും ഹോമിയോ മെഡിക്കൽ ഓഫീസർ എഴുതാൻ. അവരുടെ ഹോൾ അറേഞ്ച് ചെയ്യാനും അവരുടെ ഇതൊക്കെ ചെയ്യാനൊന്നും അത്ര വലിയ പാടില്ല. PSI മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ഓൺലൈൻ പരീക്ഷയായിരുന്നു. അതുപോലെ തന്നെ അടുത്ത PSC മിക്കവാറും ഓൺലൈൻ ആയിരിക്കും. കാര്യം ഇപ്പോൾ ഫാർമസിസ്റ്റുകളുടെ പരീക്ഷ പോലും, ഫാർമസിസ്റ്റുകളുടെ എല്ലാ ജില്ലയിലെയും പരീക്ഷ ഇപ്പോൾ ഓൺലൈനായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഫാർമസിസ്റ്റുകൾക്ക് ഹോമിയോ കോളേജുകളിലേക്ക് നടന്ന പരീക്ഷ ഓൺലൈനായിരുന്നു. അപ്പോൾ ഓൺലൈൻ സെൻറ്ററുകൾ അവർക്ക് റെഡിയാണ്. ഈ കാൻഡിഡേറ്റ്സിനെ ഏതാണ്ട് 14 ജില്ലകളിൽ 12 ജില്ലകളിലും PSCക്ക് ഓൺലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഈവൻ പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ഉണ്ട്, കൊല്ലത്തും പത്തനംതിട്ടയും തിരുവനന്തപുരം ഒക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം വരുന്ന ആപ്ലിക്കൻസിനെ അവരവരുടെ ജില്ലയിലേക്ക്, എനിക്ക് തോന്നുന്ന വയനാടും കാസർഗോഡ് പോലും ഓൺലൈൻ സെൻറ്ററുണ്ട്, വയനാടും ഇടുക്കിക്കോ ഉള്ളെന്ന് തോന്നുന്നു ഓൺലൈൻ സെൻറ്റർ ഇല്ലാത്ത. അപ്പോൾ ആ ജില്ലകളിലുള്ള കാൻഡിഡേറ്റ്സിനെ പത്തനംതിട്ടയോ വയനാടുള്ളവരെ കോഴിക്കോടേക്കോ ഒന്ന് ഡിപ്ലോയ് ചെയ്ത് ഹോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഹോൾ ടിക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ട്, അതായത് എക്സാം നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4-5 മാസത്തിനകത്ത് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ എക്സാം നോട്ടിഫൈ ചെയ്യട്ടെ, അതിന് ശേഷം നമ്മളൊരു 4-5 മാസം തകർത്തങ്ങ് പഠിക്കാം എന്ന് കരുതിയാൽ നിങ്ങൾ ലേറ്റായി പോകും. പരമാവധി പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ യൂസ് ചെയ്ത് അതിൽ നിന്ന് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം കഴിഞ്ഞ PSC റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നു. കാര്യം അവസാന നിമിഷം നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് വെച്ച് പരതി പോകാൻ പറ്റില്ല. അപ്പോൾ നോട്ട്സ് ആയിരിക്കും പ്രയോജനം ചെയ്യുന്നത്. മെറ്റീരിയലിക്കൊക്കെ അങ്ങനെ നോട്ട്സ് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കീനോട്ടിനകത്ത് തന്നെ, ബോറിക്കിനകത്തുനിന്നൂടെ ആഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് അതായത് ടെക്സ്റ്റ് ബുക്ക് അതായത് ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി കീനോട്ട് മൊത്തത്തിലൊരു നോട്ടാക്കി എടുക്കുക. പക്ഷേ ആ കീനോട്ടിൻ്റെ സൈഡിലേക്ക് ആഡ് ചെയ്യേണ്ട അഡീഷണൽ പോയിൻറ്റ്സ്, കാര്യം ബോറിക്കിനകത്തും പ്രത്യേകിച്ച് 3 മാർക്കായിട്ടൊക്കെ, അതായത് ബോൾഡായിട്ടും ഇറ്റാലിക്സിലും ഒക്കെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ എടുത്ത് ചോദിക്കാൻ, അതുപോലെ ലൈൻ ഇട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതേ വേർഡിങ്സ് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബോറിക്കിനകത്തുനിന്ന് കീനോട്ടിലേക്ക് കോപ്പി ചെയ്ത് നമ്മൾ പേന വെച്ച് എഴുതി വെച്ചിരുന്നാൽ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ അടുത്ത പരീക്ഷയിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. എക്സാം എന്നാണ് എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾ ഒരു പക്ഷേ എപ്പോഴും ഇന്നും എന്നോട് ചോദിക്കുമായിരിക്കും. ഞാൻ പണ്ട് മുതലേ, അതായത് 2023 പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. ഇനി 6 മാസം കൂടെ അങ്ങനെ തന്നെ പറയും. കാര്യം 2026 അവസാനിക്കുന്നതിന് മുമ്പ് പരീക്ഷ വിളിച്ചിരിക്കും. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു ഹോമിയോ മെഡിക്കൽ ഓഫീസറെ വിളിച്ചിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് ആർക്കും അപ്ലൈ ചെയ്യാനുള്ളതല്ല, ബൈ ട്രാൻസ്ഫർ, അതായത് തസ്തിക മാറ്റം വഴി. അതിപ്പോൾ 2 വർഷമായുള്ളത് വിളിച്ചിട്ട്, 2 വർഷത്തിന് വിളിച്ചുടനെ വീണ്ടും വിളിച്ചു. അതിനകത്ത് കുറേ വേക്കൻസികൾ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വിളിച്ചത്. തസ്തിക മാറ്റം വഴി വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചില്ല, അതിൻ്റെ വിളിക്കും എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത 1-2 മാസത്തെ അറിയിപ്പിനകത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തിക വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വർഷം എന്തായാലും ഈ വർഷം ഡിസംബറിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ അങ്ങനെ പറയുന്നത് വെറുതെ ഒരു ഊഹം പറയുന്നതല്ല, അങ്ങനെ കരുതി കളയരുത്. ഞാനതൊക്കെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണെങ്കിൽ ഞാൻ പറയാം. 94 ഞാനൊക്കെ എഴുതിയ PSC കഴിഞ്ഞിട്ട്
8 വർഷത്തിന് ശേഷമാണ് 2002 PSC നടക്കുന്നത്. അവിടുത്തെ ഗ്യാപ്പ് 8 വർഷമായിരുന്നു. 2002 നടന്നിട്ട് 6 വർഷം കഴിഞ്ഞ് 2008 ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് തുടങ്ങിയത് 2008 ആയിരുന്നു. 2008 പരീക്ഷ നടന്നു. 6 വർഷം. 2008 ശേഷം അടുത്ത പരീക്ഷ നടക്കുന്നത് 2013 പരീക്ഷ നടക്കുന്നതല്ല, പരീക്ഷ വിളിക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് 8ൽ നിന്ന് 6ലേക്ക് കുറഞ്ഞു, 6ൽ നിന്ന് 5ലേക്ക് കുറഞ്ഞു. 2008, 2013. 2013 ശേഷം വീണ്ടും ആ 5 വർഷത്തെ ഗ്യാപ്പ് തന്നെ നിലനിർത്തി 2018 വീണ്ടും വിളിച്ചു. പക്ഷെ 18 കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ 2022 PSC വിളിച്ചു. 2022 PSC വിളിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് 2018 ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. 2022 വിളിച്ചു. 2022 ഒക്ടോബർ മാസത്തിലോ മറ്റാണ് വിളിക്കുന്നത്. 2023 ജൂൺ 26 കഴിഞ്ഞ പരീക്ഷ നടന്നത്. അപ്പോൾ ആ കണക്കിൽ 2018, 22, അതുപോലെ തന്നെ 22, 26 നമ്മൾ ആ ഒരു കാൽക്കുലേഷനിലാണ് 26 വിളിക്കുമെന്ന് പറഞ്ഞത്. 2026 വിളിച്ച് 2027 എക്സാം നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2022 പോലും നമ്മളുടെ ബാച്ചിന് കൊടുത്തിരുന്ന പേര് ടാർഗറ്റ് 27 എന്നാണ്. ഒരു പക്ഷേ അല്പം കൂടെ അങ്ങോട്ട് പോയാൽ പോലും നമ്മുടെ പ്രിപ്പറേഷൻസ് നമുക്ക് പാഴാകില്ല. നമ്മൾ തയ്യാറെടുത്തിരുന്നാൽ നമ്മൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോയാൽ മതിയാകും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്. പരീക്ഷ ഈ വർഷം തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പക്ഷേ PSCയുടെ തീരുമാനമാണ്. ഒരു പക്ഷേ അല്പം കൂടെ അങ്ങോട്ട് പോകാം. ഇനി PSC ഇപ്പോൾ ഓരോ PSC ലിസ്റ്റിൻ്റെയും താഴെ കൊടുത്തിരിക്കുന്ന ഒരു നോട്ടുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് ആർക്കും ഒരു പക്ഷേ അറിയാത്തതില്ലേ, നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാത്തൊരു കാര്യമായിരിക്കാം. നമ്മുടെ കഴിഞ്ഞ 2023 PSC ലിസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആ ലിസ്റ്റിലുള്ളവരൊക്കെ ഉണ്ടാകാം ഒരു പക്ഷേ. ആ ലിസ്റ്റിൻ്റെയും താഴെ ആ നോട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു PSC ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. നമ്മൾക്കൊക്കെ ഉള്ളൊരു ധാരണ 3 വർഷം എന്നാണ്. 1 വർഷമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. ബട്ട് അൺലെസ് അതർ ലിസ്റ്റ് ഈസ് നോട്ട് പബ്ലിഷ്ഡ്, ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 3 years. മറ്റൊരു ലിസ്റ്റ് വന്നില്ല എങ്കിൽ ലിസ്റ്റ് പരമാവധി 3 വർഷം വരെ അതിൽ നിന്ന് പോസ്റ്റിംഗ് നടത്താം. പക്ഷേ ഈ 3 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ലിസ്റ്റ് വന്നാൽ, whenever the new list is published, this list will be cancelled. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടേ ഈ ലിസ്റ്റ് ക്യാൻസൽ ആകത്തുള്ളൂ, ഇല്ലേ 3 വർഷം കഴിഞ്ഞിട്ടേ പുതിയ ലിസ്റ്റ് വരത്തുള്ളൂ എന്നൊരു നിയമമില്ല. 1 വർഷമാണ് PSC ലിസ്റ്റുകളുടെ കാലാവധി. ഇത് പണ്ട് മുതലേ ഇങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 8, 9, 6 വർഷങ്ങളുടെ സമയത്ത് പരീക്ഷ നടത്തുമ്പോൾ എപ്പോഴും ഒരു ലിസ്റ്റ് തീർന്ന് ആ ലിസ്റ്റിൻ്റെ കാലാവധിയും കഴിഞ്ഞ് പിന്നെയും 2 മാസം കഴിഞ്ഞായിരിക്കും PSC വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഒരു PSC ലിസ്റ്റിന് 1 വർഷമാണ് കാലാവധി. ഈ 1 വർഷം കഴിഞ്ഞ് ഏത് ദിവസമാണോ പുതിയ ലിസ്റ്റ് വരുന്നത്, അന്നേ ദിവസം പഴയ ലിസ്റ്റ് ക്യാൻസലാകും. അപ്പോൾ പക്ഷേ ഇപ്പോൾ 2023 ലിസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തോളമായി. ഈ ഡിസംബർ ആകുമ്പോൾ 2 വർഷമാകും. പിന്നെ 1 വർഷം കൂടെ ഉള്ളൂ. അതിനകത്ത് വെച്ച് എന്തായാലും പുതിയ ലിസ്റ്റ് വരാൻ പോകുന്നില്ല, ഈ വർഷം വിളിച്ചാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്നതിന് വേറെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിലൊരു ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് അതിനൊരു തടസ്സമല്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങളിപ്പോൾ വരുന്ന ഏത് PSC ലിസ്റ്റിൻ്റെയും താഴെ നോക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കഴിഞ്ഞ ലിസ്റ്റ് എൻ്റെ മൊബൈലിൽ, എൻ്റെ സിസ്റ്റത്തിലോ എവിടെയോ ഉണ്ട്, ഞാൻ വേണേൽ അയച്ചു തരാം. അതിൻ്റെ അടിയിലും ഈ വാചകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദ വാലിഡിറ്റി ഓഫ് ദിസ് PSC ലിസ്റ്റ് ഈസ് ഓൺലി ഫോർ 1 year. അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും സ്വപ്നം കണ്ടിരിക്കേണ്ട. വിളിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനിയും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കതുകൂടെ പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഈ ബാച്ചിൽ പ്രധാനമായിട്ടും, ഇന്നത്തെ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് 2 ബാച്ചിലെ ഡോക്ടേഴ്സിനെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്.
അതിലൊരു ബാച്ച് ആൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല. അവർക്ക് 20-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് പറഞ്ഞത്. ഒരു ദിവസം മുമ്പേ 19-ാം തീയതി അവരുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ആ ബാച്ചിലുള്ളവരായിരിക്കും കൂടുതലെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ 12th ബാച്ചിലുള്ളവർ, 12th ബാച്ചിന് 19-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്. പ്രാക്ടീസ് മെഡിസിനാണ് തുടങ്ങുന്നത്. പ്രാക്ടീസ് മെഡിസിൻ, റെസ്പിറേറ്ററി സിസ്റ്റം, ഡോക്ടർ അർച്ചന ചന്ദ്രൻ്റെ ക്ലാസ്സോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് വേറൊരു ബാച്ച്, നിലവിലുള്ള ബാച്ചിൽ അവർക്കിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ക്ലാസ്സുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഓഫ്. അവർക്ക് ഡോക്ടർ വീണ തിലകൻ്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലാസ് 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇനി ഒരു 4 ക്ലാസ് കൂടെ എടുത്തിട്ട് ഡോക്ടർ വീണ തിലകൻ, നമ്മൾ ഇന്നലെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു, വീണ ഡോക്ടർ പുതിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് പോവുകയാണ്. നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി ആൻഡ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി, നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി എന്ന മേഘാലയയിലെ ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള, സെൻട്രൽ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് കോളേജായ, നമ്മുടെ ഏതാനും ഡോക്ടർമാർ അവിടെ പഠിക്കുന്നവരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 2-3 ഡോക്ടർമാർ അവിടെ PG ചെയ്യുന്നവരുണ്ടെന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. 2 ഡോക്ടർമാർ ആ കോളേജിലേക്ക് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ ലെക്ചറായിട്ട്, UPSC പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ഈ സബ്ജക്റ്റിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് ആ ഡോക്ടറുടെ സർവീസ് കിട്ടാൻ സാധ്യതയില്ല. ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്നവരെ നമ്മൾ പിന്നെ തിരിച്ച് നിർബന്ധിക്കാറില്ല. അപ്പം വീണ തിലകൻ ഡോക്ടർ അങ്ങനെ ഈ അടുത്ത ആഴ്ചയിൽ നമ്മുടെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് പോകും. വീണ തിലകൻ നമുക്ക് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിലും പ്രാക്ടീസ് മെഡിസിനിലും കമ്മ്യൂണിറ്റി മെഡിസിനിലും ഒക്കെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ള വളരെ കാലമായിട്ട് നമ്മുടെ ഫാക്കൽറ്റിയാണ്. ഡോക്ടർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കാര്യം 2021 AIPGT ഓൾ ഇന്ത്യ ലെവലിൽ 3rd റാങ്ക് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു എല്ലാ അക്കാഡമിക് ലെവലിൽ വളരെ മുന്നിൽ നിന്ന ഒരു ഡോക്ടറാണ്. നമ്മുടെ ഫാക്കൽറ്റിയായിട്ട് കുറേ കാലമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഡോക്ടറുടെ ക്ലാസ്സാണ് ഈ മറ്റേ ബാച്ചിന്, നമ്മുടെ PSC ഇന്ന് ഇപ്പോൾ 2 ബാച്ചാണ്, നമുക്ക് 2 ബാച്ചിലുള്ള ഡോക്ടേഴ്സാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തത്. ഞാൻ അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലൊന്നും നീട്ടാതെ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും വരുമ്പോഴേ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ട് എന്നുള്ള കാര്യം അറിയത്തുള്ളൂ. നിങ്ങൾ പലരും പല സംശയങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്. ചിലതൊക്കെ ഞാൻ ക്ലിയർ ചെയ്താറുണ്ട്, ചിലപ്പോൾ കൃത്യമായിട്ട് ചിലപ്പം പറഞ്ഞു കൊടുക്കാറും പറ്റാറില്ല. അതുകൊണ്ടുകൂടാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും എത്ര സമയം എടുത്താലും നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാനിതൊക്കെ പറയുമ്പോഴും സർ, കഴിഞ്ഞ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് അലോപ്പത്തിക് ഡ്രഗ്സ് റിലേറ്റഡ് ആയിരുന്നു, ഫാർമക്കോളജി. അപ്പൊ അത് നമ്മൾ സിലബസിൽ അങ്ങനെ ഇല്ല. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചലഞ്ച് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ചലഞ്ച് അവർ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാധാരണ അതിനു മുമ്പ് 2023 പരീക്ഷയിൽ നമ്മൾ ചലഞ്ച് ചെയ്ത 4 ക്വസ്റ്റ്യൻസ് അവർ ആൻസർ മാറ്റി 1-2 ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം അവരത് സ്വീകരിച്ചില്ല. ഇതെല്ലാം PSCയുടെ സ്വന്തം അധികാരങ്ങളാണ്. PSC ഒരു ഓട്ടോണോമസ് ബോഡി ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. തേർഡ് ഇയർ സിലബസിൽ ഇപ്പത്തെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഫാർമക്കോളജി. അതിലെങ്ങാനും കയറി പറ്റിയതായിരിക്കും. അതാണ് സംഭവിച്ചത്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റായ അറിയാമല്ലോ, എപ്പോഴും ചോദ്യം പരീക്ഷ കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ, അന്ന് വൈകിട്ട് തന്നെ അവർ കീ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളത് ചലഞ്ച് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചലഞ്ച് ചെയ്യുന്ന ചിലപ്പോഴൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ആരൊക്കെയോ ചെയ്തിരുന്നു, പലരോടും നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തില്ല. കീ അങ്ങനെ തന്നെ അവർ അപ്രൂവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ഫാർമക്കോളജി പഠിക്കാനൊന്നും നിൽക്കണ്ട. PSCയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടത്. കാര്യം
ആൻസർ ചലഞ്ച് ചെയ്യുന്നത് അപ്പിയർ ചെയ്ത ഡോക്ടേഴ്സിനാണെങ്കിൽ പോലും നമ്മൾ സക്സസ് ഹോമിയോപ്പതിയുടെ പേരിൽ തന്നെ PSC ചെയർമാന് നമ്മളത് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും അത് പെട്ടിട്ടുണ്ടാകും. അടുത്ത പ്രാവശ്യം അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാതിരിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ അവരൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്ത് തരത്തില്ല. ഞങ്ങൾക്കൊരു ഫോൾട്ട് പറ്റിയെന്ന് അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല. കാര്യം അത് PSCയുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് അത് അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതും ഇടയ്ക്ക് അതുപോലെ 2013-ലും 2018-ലും 20 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മാർക്കാണ്. 20 മാർക്ക് ജനറൽ നോളജ് ആയിരുന്നു. അതൊക്കെ PSC ഒഴിവാക്കിയത് നമ്മളുടെ മെയിൽ അയച്ചതും നമ്മൾ PSC ചെയർമാനെ കണ്ടു പറഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ചെയ്തു എന്നല്ല പറയുന്നത്, ഞാനും അതിനകത്ത് റോള് വഹിച്ചിട്ടുണ്ട്. PSC ചെയർമാനെ കണ്ട് ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഇക്കാര്യങ്ങളും PSC ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരത് ബോർഡിൽ വെച്ച് കാണും. തീർച്ചയായിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അത് അവർ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ വരാൻ ഇനി സാധ്യത കുറവാണ്. ഓക്കെ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ 2013-ലും 2018-ലും 20 മാർക്ക് ജനറൽ നോളജ് ആയിരുന്നു. ജനറൽ നോളജ് സിലബസ് ജനറൽ നോളജിലും ചുമ്മാ വാസ്റ്റായിട്ട് അങ്ങ് ചോദിക്കുകയല്ല. ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ആ ഇന്ത്യ ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായിരുന്നു ഇന്ത്യ ഹിസ്റ്ററിയിലെ 10 മാർക്ക്. കേരള ഹിസ്റ്ററിയിൽ റിനേസൻസ് ഇൻ കേരള ആൻഡ് ഇറ്റ്സ് ലീഡേഴ്സ് അതായിരുന്നു 2018-ലെ ടോപ്പിക്. അതുപോലെ തന്നെ 2013-ലും ഇന്ത്യ ഹിസ്റ്ററിയിൽ ഒരു പീരീഡിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ എന്നോ അങ്ങനെ എന്തോ ഒരു ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്കിനകത്ത് നിന്ന് 10 മാർക്ക് വീതം ജനറൽ നോളജ്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യോ ജനറൽ നോളജ് ചോദിക്കുമോ എന്ന് കരുതി കളയരുത്. ആദ്യത്തെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ജനറൽ നോളജാണ്. അത് അന്നത്തെ സിലബസിലുണ്ടായിരുന്നതാണ്, ഇപ്പോൾ അതില്ല. പറഞ്ഞോളൂ, വേറെന്തെങ്കിലും? എല്ലാവരും UPSC എക്സാം അപ്ലൈ ചെയ്ത് കാണുമില്ലേ? അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ കരുതുന്നു എല്ലാവരും അപ്ലൈ ചെയ്യുക. ഒരു പക്ഷേ UPSC കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല. കാര്യം 13 പോസ്റ്റേ ഉള്ളൂ. 13 പോസ്റ്റിൽ തന്നെ 7 എണ്ണമാണ് ഓപ്പൺ മെറിറ്റ് ഉള്ളത്. ആ 7-ൽ തന്നെ 2 എണ്ണം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ജനറൽ 5 പോസ്റ്റേ ഉള്ളൂ. ബാക്കി OBCക്ക് 3, SC 2, STക്ക് 1, അങ്ങനെയാണ് അതിൻ്റെ. പക്ഷേ അത്തരത്തിലുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ അതിന് വേണ്ടി ഉണ്ടാകും. അപ്പോൾ ഒരു ഗുണം ചെയ്യും. അത് കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ല സാലറിയുള്ള ഔട്ട് ഓഫ് കേരള ആയിരിക്കും കൂടുതൽ പോസ്റ്റിംഗ് വരുന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബേസിക് സാലറി പ്ലസ് ബേസിക്കിൻ്റെ 20% ആണ് നോൺ പ്രാക്ടീസിങ് അലവൻസ്. അതായത് 60,000 രൂപ ബേസിക് ഉള്ളപ്പം അതിൻ്റെ 20% ഏതാണ്ട് 12,000 രൂപ ബേസിക്കിനകത്ത് കൂടും, നോൺ പ്രാക്ടീസിങ് അലവൻസ് എന്നുള്ള നിലയിൽ. അപ്പോൾ 72,000 രൂപയാകും. അങ്ങനെ സാലറി അതായത് നമ്മുടെ ഇവിടുന്ന് മെഡിക്കൽ ഓഫീസർ കിട്ടുന്നതിൻ്റെ പകുതി കൂടെ സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ വരട്ടെ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ല? സർ, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും ഏതാ സർ നോക്കേണ്ടേ? പ്രാക്ടീസ് മെഡിസിൻ ഞാൻ പറയുന്നത് KVK ആണ്. KV കൃഷ്ണദാസ് സാറിനെ എനിക്ക് പേഴ്സണലി ഞാൻ വളരെ അടുപ്പമുള്ള ഒരാളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. KVK ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡേവിഡ്സണും കുഴപ്പമില്ല. വേറെ ഹാരിസൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ, ഹാരിസൺസ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ ഉണ്ട്. പിന്നെ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു ഗോൾവാലയൊക്കെ ഉണ്ടായിരുന്നു. ഒരു PC ദാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടെ സിമ്പിൾ സംഭവങ്ങളായിരുന്നു. ഡേവിഡ്സണും KV കൃഷ്ണദാസ് ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്.
എനിക്കറിയില്ല പുതിയ ഇപ്പോഴത്തെ നിങ്ങളൊക്കെ പഠിക്കുന്ന ഏതാ പ്രാക്ടീസ് മെഡിസിൻ പി ജിക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. പറയാമോ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക്? പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ പി ജി പ്രാക്ടീസ് മെഡിസിൻ കഴിഞ്ഞവരോ? ഹലോ സർ, കേൾക്കാവോ? പറഞ്ഞോ അനഖ. APIയുടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ കുറച്ചുകൂടെ നല്ല ടെക്സ്റ്റ് ബുക്കാണ് സർ. ഏതാണ്? API എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. API ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ. API, ഓക്കെ. അത് കുറച്ചുകൂടെ ഹാരിസൺ ആകുമ്പോൾ കുറേയും കൂടെ വാസ്റ്റ് ആണ്. പക്ഷെ അതിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കൺസൈസ്ഡ് ആയിട്ട് നമുക്ക് APIയിൽ കിട്ടും. അതിൽ അത്യാവശ്യം നല്ല ഫ്ലോ ചാർട്ട്സ് ഒക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്. ഒരു പബ്ലിഷിംഗ് കമ്പനിയാണോ അതോ ഒരു ഓതർ ആണോ API എന്ന് പറഞ്ഞാൽ? ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അതിന്റെ പേര് ഞങ്ങളുടെ ഇപ്പം പുതിയ CBDC MD സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അങ്ങനെ അത് ശ്രദ്ധിക്കണം. ഈ പുതിയ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് മിക്കവാറും അവർ ഫോളോ ചെയ്യാൻ സാധ്യത. അതൊരു പോയിന്റാണ്. അതുപോലെ പുതിയ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയാമെഡിക്ക CBDC സിലബസിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയാമെഡിക്ക ഡ്രഗ്സ് ആണ്. കാര്യം ചിലപ്പോൾ പഴയ ഞാനൊക്കെ പഠിച്ചപ്പോഴുള്ള ഡ്രഗ് അല്ല ഇപ്പം പരീക്ഷയ്ക്ക് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കുകളും ഈ പറഞ്ഞ പോലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഏതാണ് ആ പേരൊന്നുകൂടെ പറഞ്ഞത്? API. അത് API ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ ആണ്. അതിൽ എഡിറ്റർ ഇൻ ചീഫ് സന്ധ്യ A. കമ്മത്ത് എന്ന് പറയുന്ന അവരാണ് ഓതർഷിപ്പിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ. അനഖ പ്രാക്ടീസ് മെഡിസിൻ ആണ് PG ചെയ്യുന്നല്ലേ? അതെ സർ. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഉപേക്ഷിക്കരുത്. കാര്യം അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അല്ലാതെ ഇതുപോലെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഏതെങ്കിലും വാങ്ങി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. വേറെന്തെങ്കിലും? ഞാൻ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുകയല്ല, എങ്കിലും ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഒരു പക്ഷേ ഞാനൊരു സാധ്യത മാത്രമാണ് പറയുന്നത്, ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു പക്ഷേ NHMൻ്റെയോ NAMൻ്റെയോ ഒക്കെ എക്സാംസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഞാനത് ഡോക്ടർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് NHM NAMകാരെല്ലാം കൂടെ എന്നെ വിളിച്ച് എന്നെ തല്ലാൻ വരരുത്. NHMനും NAMലും ഒക്കെ എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും വിളിച്ച് പോസ്റ്റിംഗ് കൊടുക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മന്ത്രി, അത് ഫീസിബിളാണോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കതിൻ്റെ വേറെ ബോർഡ്സ് ഒന്നും അറിയില്ല. പക്ഷേ NAMൽ ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത കരാർ വെച്ച കരാർ ഒറ്റ ഉത്തരവ് വഴി റദ്ദാക്കി ഓഗസ്റ്റ് 31 വരെ ആക്കി അത് കുറച്ചിട്ടുണ്ട്. NHMൽ അങ്ങനെ കരാർ വെക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരവിറക്കി 3 മാസത്തേക്കേ ഉള്ളൂ. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടപ്പോഴും കിട്ടിയൊരു മറുപടി എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുതിയ പരീക്ഷ നടത്തും എന്ന് പറയുന്നത് കിട്ടും. ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഒരു പക്ഷേ PSCയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ വന്ന UPSCയുടെ പരീക്ഷയുണ്ട്. അതിനു മുമ്പും ഒരു പക്ഷേ NHMോ NAMോ ഒക്കെ, അല്ലാതെ തന്നെ NHM മലപ്പുറം ഒക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ച് കിടക്കുകയാണ്. ഒരു പക്ഷേ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വിളിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. NHMലുള്ളവരാരും ദയവേത് ഇത് പറഞ്ഞ് എന്നെ തല്ലാൻ വരരുത്. ഞാൻ പറഞ്ഞതല്ല, ഇങ്ങനൊരു സാധ്യത മുന്നിൽ കാണുന്നത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വൈകിയ വേളയിൽ നിങ്ങളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് ശരിയല്ലല്ലോ. ഹലോ സാർ. പറഞ്ഞു സാർ. ഇപ്പൊ NHMന്റെ കാര്യം പറഞ്ഞത് 2026 ജൂലൈ ഓഗസ്റ്റ് ആണ്. അതായത് NHMൽ സാധാരണ എല്ലാ വർഷവും ഏപ്രിൽ 2-ാം തീയതിയാണ് അവരുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നത്. ഏപ്രിൽ 2-ാം തീയതി ഇപ്രാവശ്യം ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഏപ്രിൽ 2-ാം തീയതി പുതിയ കോൺട്രാക്റ്റ് വച്ചില്ല. എന്നിട്ട് ഒരു ഉത്തരവ് വഴി നിലവിൽ മാർച്ച് 31 നിലനിൽക്കുന്ന എല്ലാവരെയും ഇലക്ഷൻ കഴിയുന്നത് വരെ
അതായത് മെയ് 31 വരെ ഇലക്ഷൻ കഴിഞ്ഞ് ആ ഒരു 3 മാസത്തേക്ക് അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തു. കോൺട്രാക്റ്റ് ഇല്ല. ജൂൺ 1 തീയതിയായിരുന്നു അവർക്ക് പുതിയ കോൺട്രാക്റ്റ് വെക്കേണ്ടിയിരുന്നത്. ജൂൺ 1 തീയതി ആയപ്പോൾ ശരിക്കും മെയ് 29 ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ കൊബ്രഗഡെ ഒരു ഉത്തരവിറക്കി. നിലവിലുള്ള NHM ഡോക്ടർമാരുടെ എല്ലാവരുടെയും കാലാവധി 3 മാസത്തേക്ക് പുതുക്കിയാൽ മതി. കോൺട്രാക്റ്റ് 200 രൂപ പത്രത്തിലൊരു കരാറാണ്. നിങ്ങൾ NHMലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. NHMലുള്ളവരും മുമ്പുണ്ടായിരുന്നവർക്കൊക്കെ അറിയാമല്ലോ. കോൺട്രാക്റ്റ് പുതുക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 31 വരെ കരാർ പുതുക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ പലരും പറഞ്ഞു ഓഗസ്റ്റ് 31 ആകുമ്പോൾ ഇവരെ പിരിച്ചുവിടുമെന്ന്. പക്ഷേ ഇതുവരെ പിരിച്ചുവിടുമെന്നുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കായകൽപ്പം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ ഒരു പൊതുജന സമ്പർക്ക പരിപാടി കോഴിക്കോടുണ്ടായിരുന്നു. അവിടെ മന്ത്രിയെ കണ്ട ആളുകളോട്, NHMൻ്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. ഒരാൾ പറഞ്ഞതാണ്, എനിക്കറിയില്ല. ഇപ്പം നിലവിലുള്ളവരെ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെല്ലാം പുതുതായി വീണ്ടും എക്സാം എഴുതട്ടെ. അത് എക്സാം വെറുതെ ഈ പറഞ്ഞതുപോലെ വെറുതെ അപ്ലൈ ചെയ്താൽ പോരാ. എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് ഉള്ളവരെ വിളിച്ച് അവർക്ക് എക്സാം കൊടുത്ത് അവരെ എടുക്കാം എന്നൊരു പറഞ്ഞു എന്ന് കേൾക്കുന്നു. NHM കഴിഞ്ഞിട്ട് നാമിൽ ഈ ഉത്തരവ് വരാഞ്ഞുകൊണ്ട് നാമിൽ 2 തീയതി വെച്ച് അവർ 1 വർഷത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കി. 1 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷമില്ല, അടുത്ത മാർച്ച് 31 വരെ. പക്ഷേ അതും ഒരു ഉത്തരവിലൂടെ പുതുക്കിയ ശേഷം തൊട്ട് പിറ്റേ ദിവസം തന്നെ ഒരു ഉത്തരവിലൂടെ അത് റദ്ദാക്കി. ആ കോൺട്രാക്റ്റിലുള്ള എല്ലാ കണ്ടീഷൻസും നിലനിൽക്കും. എക്സെപ്റ്റ് ദ പീരീഡ് വിൽ ബി ഓൺലി അപ് ടു ഓഗസ്റ്റ് 31 എന്നൊരു ഉത്തരവിലൂടെ അത് പുതുക്കി. അപ്പം ഓഗസ്റ്റ് 31 ഇപ്പോൾ നിലവിലുള്ളവരുടെ കാലാവധി അവസാനിക്കും എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 1 തൊട്ട് പുതിയ ഡോക്ടർമാരെ എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പരീക്ഷ ജൂലൈയിലോ ഓഗസ്റ്റിലോ നടത്തണമല്ലോ. ജൂലൈയിൽ പരീക്ഷ നടത്തി ഓഗസ്റ്റിൽ ഇൻ്റർവ്യൂ നടത്തിയാലേ ഓഗസ്റ്റ് 31 ആകുമ്പോഴത്തേക്ക് പുതിയ ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ജൂലൈ ഈ ഓഗസ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. നിലവിലുള്ള ജോലിയുള്ളവരെ പിരിച്ചുവിടുന്നതിനോട് ഞാൻ അത്ര യോജിപ്പൊന്നുമല്ല. അത് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ ഓഗസ്റ്റ് 31 വരെ നിലവിലുള്ളവരുടെ കാലാവധി ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല. സാർ, ഇതിനു മുന്നേ നാമിന്റെ എക്സാം എഴുതി പരിചയമില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 1 month എക്സാം ഉണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും. കാര്യം ഇത്ര സമയമല്ലേ ഉള്ളൂ. ഇപ്പം ഈ ജില്ലകളിലേക്ക് ഇപ്പം നാം വിളിച്ചു. നാമും NHM ഒക്കെ വിളിച്ചിരുന്നു. ഇപ്പം NHM നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പം മലപ്പുറം ജില്ല വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് അവർ പരീക്ഷ നടത്താത്തത്. ഇല്ലെങ്കിൽ അവരിപ്പോൾ എക്സാം നടത്തിയേനെ. ഇപ്പോൾ ഈ അടുത്ത ദിവസം കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, എറണാകുളം, കോട്ടയം ഒക്കെ വിളിച്ച് 1 മാസത്തിനകത്ത് അവർ പരീക്ഷ നടത്തിയിട്ടുണ്ട് NHM. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നിങ്ങളുടെ പലരും ആ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടവരാണല്ലോ, ഇല്ലേ, ആ ഇൻ്റർവ്യൂവിലൊക്കെ ഉൾപ്പെട്ടവരാണല്ലോ. നാമും അങ്ങനെ നടത്തിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ നടത്തിയിട്ടുള്ളവരൊക്കെ, ഞാനും കാസർഗോഡ് DMO ആയിട്ടിരിക്കുമ്പോൾ ഞാനും ഒരു നാമിൻ്റെ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ഇൻ്റർവ്യൂ അല്ല, എക്സാം, റിട്ടേൺ വിത്ത് എക്സാം നടത്തിയിരുന്നു. ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അന്നും വിളിച്ച് 1 മാസത്തിനകത്ത് പരീക്ഷ നടത്തി. സാർ, ഇടുക്കിയിലും മലപ്പുറം ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. അതെ. അത് കണക്ക് അത് പിന്നെ ഒന്നുകൂടെ വിളിക്കുകയോ ചെയ്യുവാണോ? അത് തന്നെ അതറിയില്ല. അത് ഈ പറഞ്ഞതുപോലെ ഈ ഇഷ്യൂസ് കിടക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് തീരുമാനമെന്ന് വന്ന രീതിയിലൊക്കെ മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി വെച്ച് വിളിച്ചാലേ ഈ പറഞ്ഞ റിസർവേഷൻ എന്ന് പറയുന്ന സംഭവം നിലനിൽക്കത്തുള്ളൂ. എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എംപ്ലോയ്മെൻറ്റ് വിളിക്കുമ്പോൾ കമ്മ്യൂണിറ്റി കൃത്യമായിട്ട് നോക്കിയാണ് വിളിക്കുന്നത്. ഈ സാധാരണ ഇതുവരെ NHMൽ നാമിലും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി റിസർവേഷൻ പാലിച്ചിട്ടില്ല. ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് മിനിസ്റ്റർ ഇത് ലിസ്റ്റ് ഒഴിവാക്കണം, പുതിയ ആളുകളെ റിസർവേഷൻ കൂടെ പരിഗണിച്ച് എടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഒരു പക്ഷേ
നമ്മൾ എംപ്ലോയ്മെൻറ്റിലൊക്കെ അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ മലപ്പുറവും ഇടുക്കിയൊക്കെ വിളിച്ചെടുത്തൊന്നും നിങ്ങളുടെ ജാതിയൊന്നും ചോദിച്ചിട്ടില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് പുതിയ നോട്ടിഫിക്കേഷൻ വരാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അത് നോട്ടിഫിക്കേഷൻ വരിക എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റിലുള്ളവരെ മാത്രം എടുക്കാനും സാധ്യതയുണ്ട്. എംപ്ലോയ്മെൻറ്റിലുള്ളവരെ ഒരുപക്ഷെ എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റ് വാങ്ങിയിട്ട് അവർക്ക് റിട്ടേൺ ഇൻ്റർവ്യൂ നടത്താനും സാധ്യതയുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട് അത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒരു മാസം മുമ്പ് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്ന് പറഞ്ഞതായിരിക്കും ഇതിന് പറയാനുള്ളത്. കാര്യം മിനിസ്ട്രി തലത്തിൽ അതിൻ്റെ തീരുമാനം വരണം, എങ്കിലേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ NHM നാമിൻ്റെ ഡിസ്കഷൻ അങ്ങനെ പോകണ്ട. ബാക്കി പൊതുവിൽ PSCയുടെ കാര്യം പറയുക. കാര്യം അതാണ് ഒരു പെർമനൻറ്റ് ജോബ് എന്ന് പറയുന്നത്. NHM നാം ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് വരാം, ഒരു ഷുവർട്ടി ഇല്ലാത്തൊരു സംഭവമാണ്. സർ, നമുക്ക് നമ്മുടെ ജനറൽ PSCയുടെ ഏജ് ബാർ കൂട്ടിയല്ലോ, അപ്പം നമ്മുടേതിൻ്റെത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏജ് ബാർ? ഞാനതൊന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നല്ലോ. ഉറപ്പായിട്ടും അത് PSC ക്ലാരിഫൈ ചെയ്തതാണ്. നമ്മൾക്ക് 40 വയസ്സായിരുന്നു നിലവിലുണ്ടായിരുന്ന പ്രായം. ഇപ്പോൾ അത് 44 റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കമ്മ്യൂണിറ്റിക്ക് 44, OBCക്ക് 46, SC STക്ക് 48. OBCക്ക് 47 തോന്നുന്നു. 3 വർഷമല്ലേ റിലാക്സേഷൻ? അതെ, OBCക്ക് 47, SC STക്ക് 49. ഓക്കെ സർ, അതറിയാനായിരുന്നു. ഉറപ്പായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഏജ് കൺസിഡർ ചെയ്യുന്നതും കൂടെ നിങ്ങൾ ഇത് ചെയ്യണം. ഏത് വർഷമാണോ വിളിക്കുന്നത് ആ വർഷത്തെ ഫസ്റ്റ് ഡേയിൽ, അതായത് ആ വർഷത്തെ ജനുവരി 1-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത ഏജ് മാത്രമേ കണക്കൂട്ടത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ രേഖാമൂലമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് 25/5 ആണ്, മെയ് മാസം 25-ാം തീയതിയാണ്. പക്ഷേ ഈ 2026 25-ാം തീയതി ആയപ്പോൾ എനിക്ക് 60 വയസ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ആ ജനുവരി 1-ന് ഞാൻ 59 വയസ്സുകാരനാണ്. ഞാൻ ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എനിക്ക് മെയ് ആയപ്പോഴാണ് 60 വയസ്സ് കംപ്ലീറ്റഡ് ആയത്. അപ്പോൾ 59 വയസ്സേ ഉള്ളൂ PSCയുടെ കണക്കിൽ എനിക്കിപ്പോൾ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് മാസമാണോ, ഏത് മാസമായാലും PSC വിളിക്കുന്ന വർഷത്തെ ജനുവരി 1-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത ഏജേ കണക്കൂട്ടത്തുള്ളൂ. മിക്കവാറും ഒരു വർഷത്തെ കൂടെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. അത് ഹോമിയോയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ PSCക്കും 40 വയസ്സെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 41 ഉള്ളവർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസംബർ 31-ന് വിളിച്ചാൽ പോലും അതിന് മുമ്പത്തെ ജനുവരി 1-ാം തീയതിയിലെ കംപ്ലീറ്റ് ചെയ്ത ഏജേ കണക്കൂട്ടത്തുള്ളൂ. പക്ഷേ ഇന്നലെ വിളിച്ച UPSCയെ സംബന്ധിച്ച് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ, അതായത് ജൂലൈ 13 ലാസ്റ്റ് ഡേറ്റ്, അന്ന് കംപ്ലീറ്റ് ചെയ്ത ഏജ് അതാണ് കൺസിഡർ ചെയ്തത്. അന്ന് കംപ്ലീറ്റ് ചെയ്ത ഏജ് 35 വയസ്സ്. 36 പോയാൽ എഴുതാൻ പറ്റത്തില്ല. അതാണ് UPSCയുടെ ഇന്നലത്തെ വിളിച്ചത്. ഞാനത് കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്ന് കരുതിയിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങൾ വെറുതെ അത് നോക്കി പോവുകയോ അതിൻ്റെ കീ വരുമ്പോൾ അത് നോക്കിയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളത് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക, എഴുതി ABCD എഴുതി പോവുക. എന്നിട്ട് അതിൻ്റെ കീ ഇടുമ്പോൾ നിങ്ങളത് വാല്യൂ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നല്ലോ, 1, 2, 3 ശരി തെറ്റ്. എന്നിട്ട് ആ ശരികളൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് തെറ്റുകൾ വീണ്ടും നോക്കുക. തെറ്റ് വന്ന ആൻസേഴ്സ് വീണ്ടും എടുത്ത് നോക്കുക. അത് നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് തെറ്റിയോ, ഇല്ലെങ്കിൽ തെറ്റുകൾ മാത്രമല്ല നമ്മൾ ആൻസർ ചെയ്യാത്തത്, അറിഞ്ഞുകൂടാഞ്ഞിട്ട് തെറ്റിയോ, അറിയാതെ തെറ്റിയോ, അല്ലെങ്കിൽ മിസ്കൺസെപ്റ്റിൽ തെറ്റിയോ, ഏത് രീതിയിൽ തെറ്റി എന്നുള്ളത് അത് പഠിക്കാൻ ശ്രമിക്കുക. ശരിയായിട്ടുള്ളത് ആൾമോസ്റ്റ് കറക്കിക്കുത്തിയതാണെങ്കിൽ അത് വീണ്ടും നോക്കണം. അല്ലാതെ നമ്മൾ കറക്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. തെറ്റിയതും കറക്കിക്കുത്തി ശരിയാക്കിയതും പിന്നെ എഴുതാതെ പോയതും ആ ക്വസ്റ്റ്യൻസ് വീണ്ടും നോക്കുക. കറക്കിക്കുത്തി ശരിയാക്കിയതായാലും തെറ്റിയായാലും അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കുകയല്ല, ആ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക.
ഓക്കെ, ആ രീതിയിൽ വേണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാൻ. നമ്മുടെ കയ്യിൽ എനിക്ക് തോന്നുന്ന MCQs തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്ട് 100-ൽ പരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനതെല്ലാം കൂടി ഇട്ട് നിങ്ങളെ കൺഫ്യൂഷനാണ്. തമിഴ്നാട് PSCയുടെയും ത്രിപുര PSCയുടെയും ഉത്തരാഖണ്ഡ് PSCയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. AIPGT 2017 തൊട്ടുള്ള AIPGT ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2000 മുതലുള്ള കേരള PG എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ 150 300 ക്വസ്റ്റ്യനാണ്. ഒരു ദിവസം തന്നെ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഹോമിയോപ്പതി സബ്ജക്റ്റ് രാവിലെയും ഉച്ചയ്ക്ക് അലൈഡ് സബ്ജക്റ്റുകളുമായിട്ട് 300 മാർക്കിനായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ. അതുമൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതുപോലെ സക്സസ് ഹോമിയോപ്പതി അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് അല്ല, നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ, ഞാൻ ആ ലിങ്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഡെയിലി 1-2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോവുക. നാമിൻ്റെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 2024 നാമിൻ്റെ ഉണ്ട്. 2018 സ്റ്റേറ്റ് വൈസ് ആയിട്ടൊരു നാം എക്സാം നടത്തിയിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 2014 മറ്റോ നടത്തിയ NHM പരീക്ഷയുടെ, സ്റ്റേറ്റ് വൈസ് ആയിട്ട് നടത്തിയ NHM പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല NHMൻ്റെ കാര്യം. അത് പലതും കണ്ണൂരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെയാണ് കൊടുത്തത്. പക്ഷേ ബാക്കി പല ജില്ലകളിലും ഈ ഗൂഗിൾ ഫോമിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിലൊക്കെ നമുക്ക് പലരും പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. അപ്പോൾ പുതിയ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അത് കൃത്യമായിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദിവസം 3 മണിക്കൂർ വീതമെന്ന് വെച്ചാൽ 3 മണിക്കൂർ വീതം പഠിച്ചു പോവുക. ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 2.5 മണിക്കൂർ വീതമെങ്കിലും കേരള PSCക്ക് വേണ്ടി പഠിച്ചു പോവുക. തീർച്ചയായിട്ടും അത് വെറുതെ ആകില്ല, പ്രയോജനം ചെയ്യും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പുതിയ 12ാമത്തെ ബാച്ചിൻ്റെ ക്ലാസ് 19-ാം തീയതി തുടങ്ങും. മറ്റേ അതിനു മുമ്പുള്ള ഒരു ബാച്ച് കൂടെ ഇന്നത്തെ സെഷനിലുണ്ട്. അവർക്കിപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ക്ലാസ് നടക്കുകയാണ്. നാളെയുണ്ട് ക്ലാസ്. മിക്കവാറും ഈ ആഴ്ച എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് തൽക്കാലം പറയാനുള്ളത്. മറ്റ് ബാച്ചുകൾ 2 ബാച്ച് ചേർത്തിട്ട് എൻ്റെ ഇതുപോലുള്ള ഒരു ഡിസ്കഷൻ എല്ലാ ദിവസവും അടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വേണം, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് PSC ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ. ഇപ്പോൾ ഫാർമസിസ്റ്റുകളുടെ ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ESIയിലേക്കുള്ള ഇൻ്റർവ്യൂ ബാച്ചിലേക്ക് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്കുള്ള ക്ലാസ് നടക്കണം. അപ്പോൾ ഇതൊക്കെ സൈഡ് ബൈ സൈഡായിട്ട് പോവുക. അപ്പം എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. അത് PSC പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷകൾക്കും അതുപോലെ തന്നെ ജീവിത വിജയത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കണ്ട. ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ഒരു അത്ര നല്ല മൂഡിലല്ലെങ്കിൽ ചിലപ്പോൾ ആകെ ചോദിക്കുന്ന എന്താ ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയില്ലേ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒരു ഇറിറ്റേറ്റിംഗ് ഇതല്ലെങ്കിൽ ബാക്കി എല്ലാ സമയത്തും ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ആൻസർ ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റഡായിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വോയിസ് ഇടുമ്പോൾ ഇച്ചിരി ഹാർഷായിട്ട് പറയാറുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ കൃത്യമായിട്ട് വിവരങ്ങൾ, എത്ര ഹാർഷായിട്ട് പറഞ്ഞാലും ഞാൻ കാര്യങ്ങൾ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട. അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പം ഇന്നലത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് ആരോ ചോദിച്ചിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ രാത്രിയിൽ എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് വീണ ഡോക്ടറുടെ സെക്കൻഡ് ക്ലാസ്, കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് ഇട്ടിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് കിട്ടുമോ എന്നൊരു 10 പേര് ചോദിച്ചിരുന്നു. അതും ഞാൻ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും, മറുപടി പറയാതെങ്കിലും അവർ ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന് കരുതിയാണ് പറയാതിരുന്നത്. തീർച്ചയായിട്ടും അതും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഇന്നും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിട്ട് ഇപ്പം ഞാനത് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. വാട്ട് ഈസ് ഡിസെൻഡിങ് പൊട്ടൻസി? ഹനുമാൻ്റെ ഡിസെൻഡിങ് പൊട്ടൻസി എന്താണെന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ ഇതിനകത്ത്? ഡിസെൻഡിങ് പൊട്ടൻസി
ഞാൻ ഗ്രീഷ്മ ഡോക്ടർക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മ ഡോക്ടറെ മറുപടി വന്നില്ല. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. സബ്ജക്റ്റ് വൈസ് സംശയങ്ങളും തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാൻ കാര്യം, പക്ഷേ എനിക്ക് അറിയണമെന്നില്ല. ഞാനത് കൺസേൺ ഫാക്കൽറ്റികൾക്ക് കൈമാറി അവരുടെ അടുക്കൽ നിന്ന് ആൻസറുകൾ എടുക്കാറുണ്ട്. അതുപോലെ പല ഗ്രൂപ്പുകളിൽ നമ്മൾ ഫാക്കൽറ്റികളെ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു. നമസ്കാരം സർ. സാർ ഇന്ന് സംസാരിച്ച സിലബസിൻ്റെത് നാളെ അല്ല, ഇന്ന് രാത്രി തന്നെ ഞാൻ PDF ഇട്ടേക്കാം. ഇപ്പം തന്നെ ഇട്ടേക്കാം, ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഇത് നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, പിന്നെ ഞാൻ ഇട്ടേക്കാം, ഇപ്പം തന്നെ ഇട്ടേക്കാം. PDF ഗ്രൂപ്പ് എൻ്റെ ഇതിൽ കിടപ്പുണ്ട്, ഞാൻ ഇട്ടേക്കാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഈ ശിവശങ്കര മേനോൻ ഡോക്ടർ ആണ് ഇപ്പോൾ ചോദിച്ചത്. ഡോക്ടർക്ക് ഞാൻ ആ റെപ്പർട്ടറി വായിച്ചപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. അത് ഇപ്പം ഞാൻ വീണ്ടും എടുത്തിടുന്നില്ല. അതിനകത്ത് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രക്ചർ, കൺസെപ്റ്റ് ഓഫ് റെപ്പർട്ടറൈസേഷൻ, ടേംസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് റെപ്പർട്ടറീസ്, അത് റൂബ്രിക്കാണെന്ന് പറയുന്നുണ്ട്. റെപ്പർട്ടോറിയൽ ടോട്ടാലിറ്റി, റെപ്പർട്ടോറിയൽ ടെക്നിക് ആൻഡ് റിസൾട്ട്സ്, റെപ്പർട്ടോറിയൽ അനാലിസിസ്, റെപ്പർട്ടറി നീഡ്, സ്കോപ്പ്, ലിമിറ്റേഷൻസ്. ഇതൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്കത് റെപ്പർട്ടറി ക്ലാസ്സിലേക്ക് പോവാം. അപ്പം പറയാം അല്ലേ. ഇപ്രാവശ്യം ESIയുടെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ റെപ്പർട്ടറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഒരു സെക്കൻഡ്, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഞാനതൊന്ന്. ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നില്ലേ സാർ? മറ്റേ റെപ്പർട്ടറിയുടെ റീജിയണൽ റെപ്പർട്ടറി, ക്ലിനിക്കൽ അത് ക്യാൻസൽ ചെയ്തു. ഇതല്ല, ഇതൊരു ഏറ്റവും പുതിയ റെപ്പർട്ടറികളെ കുറിച്ചാണ്. അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലൈക്ക് റഡാർ, ഐസിസ് ആൻഡ് ഹോംപത്ത് മെയിൻലി എൻഹാൻസസ് റെപ്പർട്ടറൈസേഷൻ ബൈ റീപ്ലേസിംഗ് ഫിസിഷ്യൻസ് ജഡ്ജ്മെന്റ്, പ്രൊവൈഡിംഗ് ഓട്ടോമാറ്റിക് പ്രിസ്ക്രിപ്ഷൻ, faster analysis and cross-referencing of rubrics, selection of potency. Computer softwares like radar, ISIS, ഈ റഡാറും ഐസിസും ഒക്കെ നമ്മുടെ സിലബസിലുണ്ടെന്ന് ഓർക്കണം. ഹോംപത്ത് മെയിൻലി എൻഹാൻസ് റെപ്പർട്ടറൈസേഷൻ ബൈ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 100 ക്വസ്റ്റ്യൻ. റീപ്ലേസിംഗ് ഫിസിഷ്യൻസ് ജഡ്ജ്മെന്റ് ആണോ? എൻഹാൻസ് ചെയ്യുന്നത് അല്ല. പ്രൊവൈഡിങ് ഓട്ടോമാറ്റിക് പ്രിസ്ക്രിപ്ഷൻ അതല്ലല്ലോ. ഫാസ്റ്റർ അനാലിസിസ് ആൻഡ് ക്രോസ് റെഫറൻസിങ് ഓഫ് റൂബ്രിക്സ്, അതാണ്. യെസ്, അത് തന്നെയാണ് ആൻസർ. പക്ഷെ നാലാമത് സെലക്ടിങ് പൊട്ടൻസി, എന്തായാലും അത് റെപ്പർട്ടറിക്ക് അത് വരത്തില്ല. ഓക്കെ, അതുപോലെ കാർഡ് റെപ്പർട്ടറി പ്രൈമറിലി അസിസ്റ്റ് ദ ഫിസിഷ്യൻ ബൈ, അതും ഇതേ ആൻസേഴ്സ് ഒക്കെ തന്നെയാണ്. എൻഹാൻസിങ് ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊവൈഡിങ് എക്സോസ്റ്റ്. ഈ കാർഡ് റെപ്പർട്ടറി ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ അതും ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ബെൽസ് ഡയറിയാണ് ക്യാൻസൽ ചെയ്തത് അല്ലേ ഡോക്ടറെ? അതെ. പക്ഷെ അതുപോലെ മിൻഡൻസ് യൂട്രസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ജനറൽ റെപ്പർട്ടറി, സിന്തറ്റിക് റെപ്പർട്ടറി. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ റെപ്പർട്ടറി ആണോ ക്ലിനിക്കൽ റെപ്പർട്ടറി ആണോ, അതാണ് ക്വസ്റ്റ്യൻ ഡൗട്ട്. മിൻഡൻസ് യൂട്രസ്, അതിലാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നത്. റീജിയണലാണ് യൂട്രസ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് റീജിയണലാണ്. പക്ഷേ അതെ, റീജിയണലാണ് ആൻസർ. പക്ഷേ ക്ലിനിക്കലാണോ എന്ന് തോന്നുമായിരിക്കാം. വിച്ച് റെപ്പർട്ടറി ഈസ് കൺസിഡേർഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബോണി ഹാസൻ ആൻഡ് കെന്റ്? അതെനിക്ക് തോന്നുന്നു ശിവശങ്കര മേനോൻ ഡോക്ടർ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? BBC. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. ദ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ വെൻ എ കേസ് പ്രസൻസ് വിത്ത് പ്രോമിനൻറ്റ് മെൻ്റൽ സിംറ്റംസ്, ക്ലിയർ പത്തോളജിക്കൽ ഡയഗ്നോസിസ്, വെൽ മാർക്ക്ഡ് മൊഡാലിറ്റീസ് ആൻഡ് കൺകോമിറ്റൻസ്. എന്തായാലും ബോണിയാസനായതുകൊണ്ട് അത് തന്നെ ആയിരിക്കും. ന്യൂമറസ് പർട്ടിക്കുലേഴ്സ്, modalities and concomitants. The purpose of gradation of remedies under a rubric is to indicate
പൊട്ടൻസി, സ്ട്രെങ്ത്, ഫ്രീക്വൻസി ഓഫ് ക്ലിനിക്കൽ യൂസ്, റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെമഡീസ്, ടോക്സിസിറ്റി, അതും റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെമഡീസ് തന്നെ ആയിരിക്കും. In Ken's repertory, symptoms related to appetite, thirst and sleep are classified under particulars, mental generals, physical generals, clinical symptoms. Physical generals. Okay. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് ഇടയ്ക്ക് നോക്കിയ കമ്മ്യൂണിറ്റി മെഡിസിനൊക്കെ ഭയങ്കര ടഫായിരുന്നെങ്കിലും റെപ്പർട്ടറി ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. ബോണി ഹാസൻസ് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻ പോയി. Which of the following best represents individualization of a case? Grouping symptoms according to organs, emphasis on common disease symptoms, അതൊന്നുമല്ല എന്തായാലും. Selection of peculiar, uncommon, അത് തന്നെയാണ് uncommon and characteristic symptoms. അപ്പോൾ അത് റെപ്പർട്ടറി പാർട്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു. In homeopathy case taking, the process of analysis and evaluation of symptoms is primarily aimed at diagnosis the disease, eliminating uncommon symptoms, determining the relative value of symptoms, confirming pathological findings. Relative value of Yes, symptoms. yes. അതൊക്കെയാണ് റെപ്പർട്ടറിയുടെ. അത് കുറച്ച് റെപ്പർട്ടറി വളരെ സിമ്പിൾ ആയിരുന്നു ഇതിനകത്ത്. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ ടേംസ് ഒക്കെ ഐസിസും ഹോംപത്തും ഒക്കെ അതിനകത്ത് അവർ എവിടെയെങ്കിലുമൊക്കെ കയറ്റിയിട്ടുണ്ടെന്നുള്ളത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം തന്നെ 10:30 കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഞാൻ ഈ സിലബസ് ഇന്ന് ഇട്ടില്ലെങ്കിൽ നാളെ എന്തായാലും ഗ്രൂപ്പുകളിലെല്ലാവർക്കും ഞാൻ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും PDF ആയിട്ട്. ഓക്കെ.